ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫീൽഡ് ടെൻസർ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫീൽഡ് ട്രാൻസ്ഫോർമേഷൻസ് ഓൾറെഡി പരിചയപ്പെട്ടു. ഓക്കെ, വി ഹാവ് ഡൺ ദ ഹാർഡ് വർക്ക്. ഓക്കെ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നൗ വി ആർ ജസ്റ്റ് ട്രൈങ് ടു പുട്ട് ഓൾ ദീസ് തിങ്സ് ഇൻ എ ന്യൂ ലാംഗ്വേജ്. പുതിയൊരു ലാംഗ്വേജിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഇത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മാഗ്നറ്റിസം, മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു റിലേറ്റിവിസ്റ്റിക് ഫിനോമിനൻ ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, രണ്ടാമത് കണ്ടത് ഈ ഫീൽഡ്സ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പൊ ചില കൺവീനിയന്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഫീൽഡ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് നോക്കി ആ ഫീൽഡ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഓരോ കോമ്പണന്റ് ഇപ്പൊ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്ക് അറിയാം. ഈ ഫീൽഡ് ട്രാൻസ്ഫോർമേഷൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഫീൽഡിന്റെ കോമ്പണൻസ്, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പണൻസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് റാങ്ക് ടെൻസറിന്റെ കോമ്പണൻസ് പോലെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ആക്ച്വലി ഒരു സെക്കൻഡ് റാങ്ക് ആന്റിസിമെട്രിക് ടെൻസർ. അപ്പോൾ സിമെട്രിക് ആന്റിസിമെട്രിക് ടെൻസേഴ്സ് എന്താ നമുക്ക് കാണാം. അതുപോലെ ഫീൽഡ് ടെൻസർ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫീൽഡ് ടെൻസർ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് റാങ്ക് ടെൻസർ ആണ്. ഫീൽഡ് ടെൻസറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഡ്യുവൽ ടെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ടെൻസറും കൂടി ഡിഫൈൻ ചെയ്യാം. ഫിസിക്സിൽ വളരെ പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡ്യുവൽ എന്ന് പറയുന്നത്. പല സെൻസിൽ ഡ്യുവൽ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു സെൻസിൽ ഉപയോഗിക്കുന്നത് നമ്മൾ റേസിംഗ് ആൻഡ് ലോവറിംഗ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, കോവേരിയന്റും കോൺട്രാവേരിയന്റ് ഇൻഡെക്സ്, കോവേരിയന്റ് വെക്ടർ, കോൺട്രാവേരിയന്റ് വെക്ടർ, അല്ലെങ്കിൽ വെക്ടർ ആൻഡ് കോ വെക്ടർ എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു തരം ഡ്യുവലാണ്. വെക്ടറിന്റെ ഡ്യുവൽ, വെക്ടർ സ്പേസിന്റെ ഡ്യുവൽ സ്പേസ് ആണ് കോവെക്ടേഴ്സിന്റെ സ്പേസ്. ആ സെൻസിലല്ല ഇവിടെ നമ്മൾ ഡ്യുവൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ആക്ച്വലി കോൾഡ് ഹോഡ്ജ് ഡ്യുവൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡ്യുവൽ ഹോഡ്ജ് ഡ്യുവൽ എന്ന് പറഞ്ഞൊരു ഡ്യുവലാണ്. ഓക്കെ, അതുപോലെ നമുക്ക് കുറച്ച് ടെൻസർ ടെക്നോളജിയും കൂടെ പരിചയപ്പെടാം. സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ ഞാൻ തീർക്കാൻ ശ്രമിക്കും. അപ്പോൾ സമയമുണ്ടെങ്കിൽ ടെൻസർ ടെക്നോളജി, ടെൻസറിന്റെ കുറച്ച് മാനിപ്പുലേഷൻസ്, നമുക്ക് കാൽക്കുലേഷൻസിന് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കണ്ട എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ട്രാൻസ്ഫോർമേഷൻ റൂൾസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇ എക്സ് ബാർ ഈക്വൽ ടു എക്സ്, ഇങ്ങനെ എല്ലാ കോമ്പണൻസിന്റെയും ട്രാൻസ്ഫോർമേഷൻ റൂൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഏത് ഫ്രെയിമിലേക്കാണെന്ന് ചോദിച്ചാൽ വി ഗോ ഫ്രം എ ഫ്രെയിം എസ് ടു അനദർ ഫ്രെയിം വിച്ച് മൂവ്സ് അറ്റ് എ സ്പീഡ് വി വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്. ഓക്കെ, ഇൻ ദ എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷനിൽ വി ലെറ്റ്സ് സേ എക്സ് ക്യാപ്, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിമിലേക്ക് ഫ്രെയിമിലേക്ക് മാറുമ്പോൾ ഈ കോമ്പണൻസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് ഫ്രെയിമിലുള്ള കോമ്പണൻസ്, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പണൻസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് കാണാൻ കഴിയുന്ന കാര്യം, ഇ വെക്ടർ ആൻഡ് ബി വെക്ടർ they do not transform like the spatial parts of the two four vectors. Okay, four vectorന്റെ spatial parts പോലെയല്ല ഇത് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ആക്ച്വലി ഈ വെക്ടർ എന്ന് പറയുന്നത് നമ്മളൊരു വെക്ടർ ആയിട്ട് തന്നെയാണ്, ഒരു സ്പേഷ്യൽ 3 വെക്ടർ ആയിട്ട് തന്നെയാണ് എഴുതുന്നത്. ബി വെക്ടർ ഒരു വെക്ടർ ആണ്. അപ്പൊ ഈ വെക്ടറും ബി വെക്ടറും തമ്മിൽ മിക്സ് ആകുന്നുണ്ട്. ഈ വെക്ടറിന്റെയും ബി വെക്ടറിന്റെയും കോമ്പണൻസ് ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് മിക്സ് ആകുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒബ്ജക്റ്റ് ഒരു വെക്ടർ ഒബ്ജക്റ്റ് ആണ്. കാരണം വെക്ടറിന്റെ കോമ്പണൻസ് ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലല്ല ഇത് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ബട്ട് ദർ സീംസ് ടു ബി സം സ്ട്രക്ചർ. നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ സീംസ് ടു ബി സം സ്ട്രക്ചർ. വെക്ടേഴ്സിന്റെ കോമ്പണൻസ് ട്രാൻസ്ഫോം ചെയ്യുന്ന ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് തന്നെയാണ്. അതുപോലെ എന്തോ ഒരു സ്ട്രക്ചർ ഇവിടെ കാണുന്നുണ്ട്. വിൽ സീ വാട്ട് ദി സ്ട്രക്ചർ ഇസ്. Okay, so the components of E vector and B vector are mixed together when you go from one inertial system to another. Okay, so the question is, what sort of an object is this? ഈ 6 components എന്ത് ഒബ്ജക്റ്റിന്റെ കോമ്പണൻസ് ആണ്? Okay, അതിന് 6 components ആണ് വേണ്ടത്. We need 6 components to it. We need an object. There is an object with 6 components and transforms. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യും. Okay, and answer ഇതാണ്. It's an antisymmetric second rank tensor. It's an antisymmetric second rank tensor. Okay, all right, we are going to see that this is the case. അപ്പോൾ നമുക്ക് ആദ്യം ടെൻസർ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫോർ വെക്ടർ എന്ന് പറയുന്നതാണ് എ ബാർ മ്യൂ ഇസ് ഈക്വൽ ടു ലാംഡ മ്യൂ ന്യൂ എ ന്യൂ. അതായത് ലോറൻസ് ട്രാൻസ്ഫോർമേഷന്റെ കീഴിൽ ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന 4 കോമ്പണൻസിനെയാണ് നമ്മളൊരു ഫോർ വെക്ടർ എന്ന് നമ്മുടെ ഇതിൽ വിളിക്കുന്നത്. അതായത് വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ കോമ്പണൻസ് ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ വെക്ടർ ആസ് സച്ച് ഒരു ഇൻവേരിയന്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ വെക്ടറിന്റെ കോമ്പണൻസിന് ഓരോ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോമ്പണൻസിനെയാണ് ഇവിടെ വെക്ടർ എന്ന് വിളിക്കുന്നത്. Okay, it's okay, we can call these components as vectors. All right.
ഓക്കെ, അപ്പോൾ അതായത് ട്രാൻസ്ഫോർമേഷൻ റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഈ ലാംഡ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, ദിസ് ഇസ് എ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസിനുള്ള, അതായത് എക്സ് ഡയറക്ഷനിൽ റിലേറ്റീവ് മൂവ്മെന്റ്, എസ് ബാർ എന്നുള്ള ഫ്രെയിം എസ് എന്നുള്ള ഫ്രെയിമിനെ അപേക്ഷിച്ച് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ഈ ഫോമിലാണ് നമ്മൾ കണ്ടു. ലാംഡ മ്യൂ ന്യൂ എന്ന് പറയുന്നത് ഈ മാട്രിക്സിലുള്ള ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സിലുള്ള ഒരു എൻട്രിയാണ് സൂചിപ്പിക്കുന്നത്. മ്യൂനും ന്യൂനും ഓരോ നമ്പർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ you will get the corresponding numbers. So mu and nu, as we said, they run from 0, 1 to 3. Alright, ഇതാണ് mu nu എടുക്കുന്ന possible values. Okay, അപ്പോൾ ലാംഡ mu nu ഉദാഹരണത്തിന് ലാംഡ 1 1 എന്ന് പറയുകയാണെങ്കിൽ, or we can say ലാംഡ let's say 2 1, ലാംഡ 2 1 എന്ന് പറയുകയാണെങ്കിൽ ഇത് ഏത് റോയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് 0th റോ ആണ്, 0 1 2. Okay, 0 1 2. But 2 1 എന്ന് പറയുന്നത് again you go to the 1 column 1. Okay, this is 0 column, this is column 1. Okay, അപ്പോൾ ഇതാണ് ലാംഡ 2 1 എന്ന് പറയുന്നത്. അപ്പോൾ 4 ടെൻസർ, അപ്പോൾ 4 വെക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ക്വാണ്ടിറ്റി വിത്ത് 1 ഇൻഡെക്സ്. ഇറ്റ്സ് എ ക്വാണ്ടിറ്റി വിത്ത് 1 ഇൻഡെക്സ്. റൈറ്റ്, ഇതെങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഈ ഇൻഡെക്സിനെ കറസ്പോണ്ട് ചെയ്തിട്ട് നമുക്കൊരു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ഉണ്ട്. ലൈക്ക് ദിസ്. സോ എ ബാർ മ്യൂ. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് ഫ്രീ ഇൻഡെക്സ് ആണ്, രണ്ട് സൈഡിലും വേണം. ന്യൂ ഇസ് ദ ഡമ്മി ഇൻഡെക്സ് ദാറ്റ് വി ഹാവ് യൂസ്ഡ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇൻഡെക്സ് ഉള്ള ഒബ്ജക്റ്റ് ആണ്. സെക്കൻഡ് റാങ്ക് ടെൻസർ, അപ്പോൾ ഇൻഡെക്സിന്റെ എണ്ണത്തിന് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് റാങ്ക് ടെൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് റിട്ടൺ ലൈക്ക് ദിസ്. ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് ടി മ്യൂ ന്യൂ. സെക്കൻഡ് റാങ്ക് ടെൻസർ എന്ന് പറയുന്നത് ടി മ്യൂ ന്യൂ ആണ്. ഓൾറൈറ്റ്, അപ്പോൾ ഇത് ഈ രീതിയിൽ രണ്ട് ഇൻഡെക്സ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിനെ നമുക്ക് രണ്ട് ഇൻഡെക്സ് ഉള്ള ഒബ്ജക്റ്റ് പറയുന്നത്, ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ട് വെക്ടറിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലൊരു ടെൻസർ എടുക്കാൻ കഴിയും. ഓൾറൈറ്റ്, അപ്പോൾ ഇത് രണ്ട് ഇൻഡെക്സ് ഉള്ള ഒബ്ജക്റ്റ്. ഇത് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഓരോ ഇൻഡെക്സിന് കറസ്പോണ്ട് ചെയ്ത് നമുക്കൊരു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ടി ബാർ ആൽഫ ബീറ്റ. ടി ബാർ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ. ഓക്കെ, ഇവിടെ ആൽഫയാണ്, സോ യു ഹാവ് എൻ ആൽഫ ഹിയർ ആൻഡ് യു നീഡ് ഡമ്മി ഇൻഡെക്സ്. റൈറ്റ്, ഇവിടെ മ്യൂ ന്യൂ. ഓക്കെ, സോ ഡമ്മി ഇൻഡെക്സ് ഐ യൂസ് ഹിയർ ഇസ് ആൽഫ ലാംഡ മ്യൂ ആൽഫ ബീറ്റ ന്യൂ. ഓക്കെ, അതായത് ഒരു ഇൻഡെക്സ് വെക്ടറിന് ഒരു ഇൻഡെക്സ് ആണ്, ടെൻസറിന് രണ്ട് ഇൻഡെക്സ് ഉണ്ട്. സെക്കൻഡ് റാങ്ക് ടെൻസറിന് രണ്ട് ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റാങ്ക് ടെൻസർ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത്, ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഓരോ ഇൻഡെക്സിന് കറസ്പോണ്ട് ചെയ്ത് നമുക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ഉണ്ട്. ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന കോമ്പണൻസിനെ ആണ് നമ്മൾ ഒരു ടെൻസർ, സെക്കൻഡ് റാങ്ക് ടെൻസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടെൻസർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജനറൽ ആയിട്ടുള്ള റൂളാണ്, ജനറൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന വെക്ടർ എന്ന് പറയുന്ന ആക്ച്വലി ഒരു വെക്ടർ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ ഫസ്റ്റ് റാങ്ക് ടെൻസർ. ഫസ്റ്റ് റാങ്ക് ടെൻസർ, നമ്മൾ വെക്ടർ എന്ന് പറഞ്ഞ് കണ്ട ഒബ്ജക്റ്റ് ടെൻസറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. റൈറ്റ്, ഇറ്റ്സ് എ ഫസ്റ്റ് റാങ്ക് ടെൻസർ. സ്കേലാർ എന്ന് പറയുന്ന ഒരു 0 റാങ്ക് ടെൻസർ ആണ്. നമ്പർ ഓഫ് എത്ര ഇൻഡെക്സ് ഉണ്ട് എന്നുള്ളതാണ് ടെൻസറിന്റെ റാങ്ക് എത്രയാണെന്നുള്ളത് പറയുന്നത്. റൈറ്റ്, സോ വെക്ടർ ഇസ് എ ഫസ്റ്റ് റാങ്ക് ടെൻസർ ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ്സ് എ 0 റാങ്ക് ടെൻസർ. ഇറ്റ്സ് എ 0 റാങ്ക് ടെൻസർ. ഈ ഒബ്ജക്റ്റ് ഒരു സെക്കൻഡ് റാങ്ക് ടെൻസർ ആണ്. ദിസ് സെക്കൻഡ് റാങ്ക് ടെൻസർ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നമുക്കറിയാം, രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് കരുതുക, എ ബി എന്നുള്ള രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാം. ടി മ്യൂ ന്യൂ ഇസ് ഈക്വൽ ടു എ മ്യൂ ബി ന്യൂ. ഓക്കെ, ഈ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ എ മ്യൂ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്കറിയാം, ബി ന്യൂ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്കറിയാം. ഓൾറൈറ്റ്, അപ്പോൾ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ റൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ടി ബാർ മ്യൂ ന്യൂ. ടി ബാർ മ്യൂ ന്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ എ മ്യൂ ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്കറിയാം. ദർ വിൽ ബി എ ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ലാംഡ മ്യൂ, ലെറ്റ്സ് സേ ലാംഡ മ്യൂ ആൽഫ എ ആൽഫ. എ ഇങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്കറിയാം. റൈറ്റ്, ബി എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്കറിയാം, ഇറ്റ്സ് ലാംഡ ന്യൂ ബീറ്റ ആൻഡ് can you see if I write here? I'll write it here. അപ്പോൾ ടി മ്യൂ ന്യൂ ഇസ് ഈക്വൽ ടു എ മ്യൂ ബി ന്യൂ. ഇതെങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്ക് വേറെ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ. റൈറ്റ്, അപ്പോൾ നമുക്ക് ഇതിനെ ടി ബാർ മ്യൂ ന്യൂ എന്ന് എഴുതാം. ടി ബാർ മ്യൂ ന്യൂ. എ വെക്ടറിന്റെ കോമ്പണൻസ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് അറിയാം. ട്രാൻസ്ഫോംസ് അക്കോർഡിംഗ് ടു 1 ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ്. സോ ലാംഡ മ്യൂ ആൽഫ എ ആൽഫ. ബി എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് അറിയാം. യു വിൽ ഹാവ് എ ലാംഡ ന്യൂ ബീറ്റ ബി ബീറ്റ. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയ ടെൻസർ ഇക്വേഷൻ ശരിയാണോ നോക്കണമെങ്കിൽ ഇൻഡെക്സ് മാച്ച് ചെയ്താൽ മതി. ഇവിടെ മ്യൂ ന്യൂ എന്ന് പറഞ്ഞ രണ്ട് ഇൻഡെക്സ് ഉണ്ട്, ഫ്രീ ഇൻഡെക്സ് ഉണ്ട്. ഇവിടെ മ്യൂ ന്യൂ എന്ന് പറഞ്ഞ രണ്ട് ഫ്രീ ഇൻഡെക്സ് ഉണ്ട്. ദിസ് ആൽഫ ഇസ് സംഡ് ഓവർ ബീറ്റ ഇസ് സംഡ് ഓവർ. ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഒരേ നമ്പർ ഓഫ് ഇൻഡിസസ് ആണ് ഉണ്ടാവേണ്ടത്. റൈറ്റ്,
അതായത് സംഡ് ഓവർ ആയി കഴിഞ്ഞാൽ ഇൻഡെക്സ് നമ്മൾ ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കുന്നത് ഡമ്മി ഇൻഡെക്സ് ആണ് പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ടു സം. അപ്പൊ ഇത് രണ്ട് സൈഡിലും നമുക്ക് മ്യൂ ന്യൂ എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ് ഉള്ളത്. ഓൾറൈറ്റ്, മ്യൂ ന്യൂ എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള ഫ്രീ ഇൻഡെക്സും മ്യൂ ന്യൂ ആണ്. then that means that we have not committed certain kinds of mistakes. okay, അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ലാംഡ മ്യൂ, ഇവിടെ ഞാൻ ആൽഫ എഴുതാം, ലാംഡ മ്യൂ ആൽഫ ലാംഡ ന്യൂ ബീറ്റ എ ആൽഫ ബി ബീറ്റ. റൈറ്റ്, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂൾ അനുസരിച്ച് തന്നെയാണ് ടി ആൽഫ ബീറ്റ. ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂൾ അനുസരിച്ച് തന്നെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പറഞ്ഞ ടെൻസറിന്റെ ട്രാൻസ്ഫോർമേഷൻ റൂൾ നമ്മൾ പറഞ്ഞു, അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ്. റൈറ്റ്, അതായത് എ വെക്ടറിന്റെ സീറോത്ത് കോമ്പണന്റും ഇതിന്റെ ടി സീറോ സീറോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്ക് ദ സീറോത്ത് കോമ്പണന്റ് ഓഫ് എ വെക്ടർ ആൻഡ് ടേക്ക് ദ സീറോത്ത് കോമ്പണന്റ് ഓഫ് ബി വെക്ടർ ആൻഡ് റൈറ്റ് ദം ടുഗദർ ഇൻ ആൻ അറേ. റൈറ്റ്, അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ വെക്ടറിന്റെ ഡെഫിനേഷന്റെ രീതി പറയുകയാണെങ്കിൽ, ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ, what do you say, second rank tensor is a collection of 16 components which transform according to this particular rule. Right? So that's a tensor for us. Okay. അപ്പോൾ അതിന്റെ കോമ്പണൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, ടി മ്യൂ ന്യൂ, ടി സീറോ സീറോ, ടി സീറോ വൺ, ടി സീറോ ടു, ടി സീറോ ത്രീ, അങ്ങനെ. ഓക്കെ, ഇത് ടി 10 1 20 30. റൈറ്റ്, ഓക്കെ, ആൻഡ് വി ഹാവ് ഗോട്ട് ഓൾ അതർ. ഇങ്ങനെയാണ് നമ്മൾ എന്യൂമറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടി സീറോ സീറോ, ടി സീറോ വൺ, ടി സീറോ ടു, ടി 10, ടി 11, ടി 12, ടി 13, അങ്ങനെ. റൈറ്റ്, the first index tells us in which row it lies. Okay, ഇനി ഇതാണ് ഒരു ജനറൽ സെക്കൻഡ് റാങ്ക് ടെൻസറിന് ഈ രീതിയിൽ 16 എലിമെന്റ്സ് ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം എന്താണ് ഇൻഡിപെൻഡന്റ് ആവണമെന്നില്ല, ഇതെല്ലാം ഡിഫറെന്റ് ആവണമെന്നില്ല. ജനറലി നമ്മൾ സെക്കൻഡ് റാങ്ക് ടെൻസർ എടുക്കണതിന് 16 എലിമെന്റ് ഉണ്ടാവും. ബട്ട് ദേ നീഡ് നോട്ട് ബി ഡിഫറെന്റ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ്, ദേ ക്യാൻ ഓൾ ബി ഡിഫറെന്റ്. But there are certain kinds of tensors for which these components are interrelated. Some of them are interrelated. Right? An example ആണ് നമ്മൾ ഒരു സിമെട്രിക് ടെൻസർ എടുക്കുകയാണെങ്കിൽ. ഒരു സിമെട്രിക് ടെൻസറിന്റെ ഡെഫിനേഷൻ ഇതാണ്. നമ്മൾ ഈ രണ്ട് ഇൻഡെക്സിനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിം നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ, റൈറ്റ്, ഇഫ് ടി മ്യൂ ന്യൂ ഈക്വൽ ടു ടി ന്യൂ മ്യൂ, റൈറ്റ്, ദെൻ വി സേ ദാറ്റ് ദിസ് ഇസ് എ സിമെട്രിക് ടെൻസർ. റൈറ്റ്, നമ്മൾ സിമെട്രിക് ടെൻസർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് 10 ഇൻഡിപെൻഡന്റ് എലിമെന്റ്സ് ഉള്ളതാണ്. റൈറ്റ്, വൈ ഡു വി സേ ദാറ്റ്? നമ്മൾ ഒരു സിമെട്രിക് ടെൻസർ ആണ് എടുക്കുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. റൈറ്റ്, അതിന്റെ എലിമെന്റ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, ടി സീറോ സീറോ, ടി സീറോ വൺ, ടി സീറോ ടു, ടി സീറോ ത്രീ. ഫൈൻ. ഓക്കെ, ഈ എലിമെന്റ്സ് നമുക്ക് വേണം. ഓക്കെ, നെക്സ്റ്റ് ടി 10 എന്ന് പറയുന്നത് ആക്ച്വലി, കാരണം നമ്മൾ പറഞ്ഞത് ടി മ്യൂ ന്യൂ ഈക്വൽ ടു ടി ന്യൂ മ്യൂ. റൈറ്റ്, അപ്പൊ ഇവിടെ ടി 10 എന്ന് പറയുന്നത് ആക്ച്വലി ടി സീറോ വൺ. റൈറ്റ്, സോ ദാറ്റ് വി ഓൾറെഡി നോ ദിസ് ഇസ് ആക്ച്വലി ടി സീറോ വൺ. ഓക്കെ, അപ്പൊ ഇത് രണ്ട് പ്രാവശ്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. റൈറ്റ്, സോ ടി സീറോ വൺ, നമുക്ക് ഇവിടെ ഉള്ളത് ടി 11. ഓക്കെ, അത് നമ്മൾ പറയണം, കാരണം നമ്മൾ ഇതുവരെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അടുത്തത് ടി 12. റൈറ്റ്, ടി 12, that also we have not specified, and this is ടി 13. Alright, അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ T10, next is T20, but T20 is actually T02, right? കാരണം T mu nu equal to T nu mu, right? അപ്പോൾ T20 എന്ന് പറയുന്നത് T02 തന്നെയാണ്. Alright, so this is T02, T20 is T02. Next is T21, right? T21 is actually T12, right? T21 is actually T1, so that we write it as T12 itself. Right, and then we have got T22, അത് നമ്മൾ എഴുതണം, T22, and then we have got T23. Alright, അത് നമ്മൾ ഇതുവരെ എഴുതിയിട്ടില്ല. Alright, the next ബാക്കിയെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത T03 ആണ്, T30 ആണ്. T30 is actually T03. Right, that's actually T03. Alright, what's next? T31. T31 എന്ന് പറയുന്നത് is actually T13, right, that we have here. And T32 is actually T23, that also we have here, right? And T33 നമ്മൾ ഇതുവരെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, so you have to write them. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഡയഗണൽ എലിമെന്റ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ഡയഗണൽ എലിമെന്റ്സ്, these are the four diagonal elements. ഓക്കെ, ഇനി ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന കോമ്പണൻസ് റിപ്പീറ്റ്സ് ആണ്. T01 അറിയണം, നമുക്ക് T10 അറിയാം. ഓക്കെ, T02 അറിയണമെങ്കിൽ T20 അറിയാം. റൈറ്റ്, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞാണ്. ദീസ് ആർ നോട്ട് സെപ്പറേറ്റ്. റൈറ്റ്, അപ്പോൾ ആകെയുള്ള നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് എലിമെന്റ്സ് എന്ന് പറയുന്നത് ഈ ഡയഗണൽ എലിമെന്റ്സും ഈ അപ്പർ ട്രയാങ്കിളിലുള്ള എലിമെന്റ്സും ആണ്. ഓക്കെ, 1 2 3 4 5 6 എലിമെന്റ്സ് ലൈക്ക് ദാറ്റ് ആൻഡ് ദ ഡയഗണൽ എലിമെന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിമെട്രിക് ടെൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ 10 ഇൻഡിപെൻഡന്റ് എലിമെന്റ്സേ ഉള്ളൂ, 10 ഡിഫറെന്റ് എലിമെന്റ്സേ ഉള്ളൂ. റൈറ്റ്, the others are repeats. Right? In the same way we can talk about
അതാണ് ഇവിടെ ആക്ച്വലി എഴുതിയിരിക്കുന്നത്. ദ സെയിം വേ വി ക്യാൻ ടോക്ക് അബൌട്ട് an anti-symmetric tensor. ഓക്കെ, ആന്റിസിമെട്രിക് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ഇൻഡെക്സിന് ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈനസ് സൈൻ കിട്ടും. ഓക്കെ, ഇതിനുള്ള ഒരു ആന്റിസിമെട്രിക് ടെൻസർ എന്ന് പറയുന്നത് ടി മ്യൂ ഈക്വൽ ടു മൈനസ് ടി ന്യൂ മ്യൂ. ഓക്കെ, അപ്പൊ അതും ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം T01 അറിയുകയാണെങ്കിൽ നമുക്ക് T10 കണ്ടുപിടിക്കാം. മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ അപ്പൊ ആന്റിസിമെട്രിക് ടെൻസർ ആണെങ്കിൽ വി ക്യാൻ ഡു ദ സെയിം തിങ്. T01 ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ആസ് മൈനസ് T01. ഓക്കെ, T02 നമുക്കറിയുകയാണെങ്കിൽ T20 എന്നുള്ളതിന് മൈനസ് T02 എന്ന് എഴുതാം. സോ ദർ വിൽ ബി എ മൈനസ് ഹിയർ. പക്ഷേ ഒരു എക്സ്ട്രാ കാര്യം കൂടെ ഉണ്ട്. ആന്റിസിമെട്രിക് ടെൻസർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിസസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് സൈൻ കിട്ടണം. ഈ ഡയഗണൽ എലിമെന്റ്സ് രണ്ട് ഇൻഡിസസ് interchange ചെയ്ത് മൈനസ് സൈൻ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് they have to be 0, right? Because T11 has to be equal to minus T11. I have interchanged them, all right? But you don't see it. This means that if an element is, if a number is equal to its own negative, that means that it's 0. അപ്പോൾ ആന്റിസിമെട്രിക് ടെൻസർ എടുക്കുകയാണെങ്കിൽ ഈ ഡയഗണൽ എലിമെന്റ്സ് 0 ആയിരിക്കും. We know that also, right? ഡയഗണൽ എലിമെന്റ്സ് 0 ആയിരിക്കും. അതായത് സിമെട്രിക് ടെൻസർ ആണെങ്കിൽ 10 ഇൻഡിപെൻഡന്റ് കോമ്പണൻസ് ആണുള്ളത്. നമ്മുടെ ആന്റിസിമെട്രിക് ടെൻസർ എടുക്കുകയാണെങ്കിൽ ഡയഗണൽ എലിമെന്റ്സ് 0 ആയിരിക്കും. So we know that the diagonal elements will be 0. Right? So there will be 6 independent elements in an antisymmetric tensor. Right? So there will be 6 independent elements in an antisymmetric tensor. Okay, independent elements ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 0, T01, T02, T03. Diagonal elements എല്ലാം 0 ആണ്. T12, T13, T23. Upper triangle ഉള്ള elements മാത്രം പറഞ്ഞാൽ മതി. The others are repeats. Right? So this is a second rank antisymmetric tensor. Right? ഇനി നമ്മൾ ഇതിന്റെ ജനറൽ ട്രാൻസ്ഫോർമേഷൻ റൂൾ എഴുതി. ഈ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് എക്സാക്ട്ലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റൈറ്റ്, ഉദാഹരണത്തിന് നമുക്ക് T⁻01 കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സപ്പോസ് വി നീഡ് ടു ഫൈൻഡ് T⁻01. റൈറ്റ്, നമ്മുടെ ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂൾ അനുസരിച്ച് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂൾ എഴുതാൻ കഴിയണം. റൈറ്റ്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യു ഷുഡ് ഹാവ് 2 ലാംഡ മാട്രിക്സ്. ഓക്കെ, രണ്ട് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ഉണ്ട്. റൈറ്റ്, ഇവിടെ ഫ്രീ ഇൻഡെക്സ് ഉണ്ട് 0. ദാറ്റ് ഫ്രീ ഇൻഡെക്സ് വിൽ ഗോ ഹിയർ 0 and 1. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഡമ്മി ഇൻഡിസസ് ആണ്. റൈറ്റ് them as alpha and beta or mu and nu. You can write any dummy index you like. All right, so it's lambda 0 alpha, lambda 1 beta, and then T alpha beta. All right, ഇനി നമ്മൾ ആക്ച്വലി ഈ ആൽഫ ബീറ്റ ഫുൾ സമ്മേഷൻ ചെയ്യണം. You have to do the full summation over alpha and beta. All right, alpha runs from 0 to 3, beta runs from 0 to 3. അപ്പോൾ ഇത്രയും സമ്മേഷൻ നമ്മൾ ചെയ്യണം. റൈറ്റ്, പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ എലിമെന്റ്സ് 0 ആണ്. അപ്പോൾ നോൺ 0 എലിമെന്റ്സ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ഉദാഹരണത്തിന് ലാംഡ മ്യൂനുവിൽ ഈ ആദ്യത്തെ ഇൻഡെക്സ് റോ ഇൻഡെക്സ് 0 ആണെങ്കിൽ ഈ 0th റോയിൽ രണ്ട് എലിമെന്റ് മാത്രം നോൺ 0 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് എലിമെന്റ് മാത്രം നമ്മൾ എടുത്താൽ മതി. റൈറ്റ്, അതായത് ലാംഡ 0 ആൽഫ is non-zero. This is non-zero only if രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, ആൽഫ ക്യാൻ ടേക്ക് വാല്യൂ 0 ആൻഡ് ആൽഫ ക്യാൻ ടേക്ക് വാല്യൂ 1. റൈറ്റ്, ഓൺലി ഇഫ് ആൽഫ ഈക്വൽ ടു 0 ഓർ 1. അപ്പോൾ നമ്മൾ ഈ ഫുൾ സമ്മേഷനിൽ 0 ആവുന്ന ടേംസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. 0 ആവുന്ന ടേംസ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ലാംഡ 1 ബീറ്റ, ലാംഡ 1 ബീറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലാംഡ 1 ബീറ്റ ഈ ഫസ്റ്റ് റോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഗെയിൻ ബീറ്റ ഈക്വൽ ടു 0, ബീറ്റ ഈക്വൽ ടു 1 ടേംസ് മാത്രം നോൺ 0 ആയിട്ടുള്ളൂ. റൈറ്റ്, ഇറ്റ്സ് നോൺ 0 only for beta equal to 0, beta equal to 1. അപ്പോൾ നമ്മൾ ഈ ഫുൾ സമ്മേഷൻ എഴുതുന്ന സമയത്ത് ബീറ്റ ഈക്വൽ ടു 0, ബീറ്റ ഈക്വൽ ടു 1 ടേംസും ആൽഫ ഈക്വൽ ടു 0, ആൽഫ ഈക്വൽ ടു 1 ടേംസും മാത്രം എടുത്താൽ മതി. റൈറ്റ്, പക്ഷേ ഇത് എല്ലാ ടേംസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. റൈറ്റ്, അതിന് നമ്മൾ കുറച്ചൊന്ന് കെയർഫുൾ ആണ്. ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡു ദിസ്. ഓക്കെ, നമ്മളിങ്ങനെയാണ് എഴുതുന്നത്. T⁻01 ഓക്കെ ഇസ് ഈക്വൽ ടു ലാംഡ 0 ആൽഫ ലാംഡ 1 ബീറ്റ. Right, 0 ഇവിടെ ഉണ്ട്, ഇവിടെ 0, 1 ഇവിടെ 1. Alpha beta are dummy indices multiplied by T alpha beta. Okay, so this is equal to lambda 0 0. All right, okay, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആൽഫ സമ്മേഷൻ ആദ്യം ചെയ്യാണ്. ഫസ്റ്റ് വി ക്യാരി ഔട്ട് ദ ആൽഫ സമ്മേഷൻ. റൈറ്റ്, ബീറ്റ അങ്ങനെ തന്നെ നമ്മൾ ഡമ്മി ഇൻഡെക്സ് ആയിട്ട് നിലനിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആൽഫയുടെ രണ്ട് പോസിബിൾ വാല്യൂസ് ആണ്. അപ്പോൾ ലാംഡ 0 ആൽഫ 0 ദെൻ T0 ബീറ്റ. ഓക്കെ, ആൽഫ ഈക്വൽ ടു 0 ഇട്ട് കിട്ടും, അതുപോലെ ആൽഫ ഈക്വൽ ടു 1 ഇട്ട് വേറെ കിട്ടും, രണ്ട് ടേമായി. റൈറ്റ്, ഇനി നമ്മൾ ചെയ്യുന്നത് നൗ യു ക്യാരി ഔട്ട് ദ ബീറ്റ സമ്മേഷൻ. റൈറ്റ്, ഇതിങ്ങനെ കെയർഫുൾ ആയിട്ട് നമ്മൾ ടേംസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. റൈറ്റ്, സോ ഐ എം ജസ്റ്റ് ഗിവിംഗ് എ മെത്തേഡ് ടു വർക്ക് ഓൺ സച്ച് എക്സ്പ്രഷൻസ്. റൈറ്റ്, ഇതിന്റെ ടേംസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാനാണ്. ഇങ്ങനെ ഒന്നിലധികം സമ്മേഷൻസ് ഉള്ളപ്പോൾ ആദ്യം ഒരെണ്ണം ചെയ്യുക ആൻഡ് ദെൻ യു ക്യാരി ഔട്ട് ദ. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ലാംഡ 0 0 നമ്മൾ എഴുതിയിട്ടുണ്ട്. റൈറ്റ്, അത് അങ്ങനെ തന്നെ എഴുതി. നൗ ഐ എം ക്യാരിങ് ഔട്ട് ദിസ് ബീറ്റ സമ്മേഷൻ. അതായത്
ആൽഫയുടെ ഓരോ വാല്യൂവിനും ബീറ്റയുടെ ഫുൾ സമ്മേഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ ടേംസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതാണ് ലാംഡ 0 0. നൗ ഐ റൈറ്റ് ദ സമ്മേഷൻ ഓഫ് ബീറ്റ. റൈറ്റ് ദ സമ്മേഷൻ ഓഫ് ബീറ്റ. ബീറ്റയും രണ്ട് പോസിബിൾ വാല്യൂസ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ബാക്കി ടേംസ് നമ്മൾ എഴുതേണ്ടതാണ്, ബട്ട് ദേ ആർ 0, സോ വി ജസ്റ്റ് ഒമിറ്റ് ദം. സോ ദിസ് ഇസ് ലാംഡ 0 0, ലാംഡ 1 0, അതായത് ബീറ്റ ടേക്സ് വാല്യൂ 0, റൈറ്റ്, ആൻഡ് ദെൻ ടി 0 0. റൈറ്റ്, അപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ഈ ടേം മാത്രമാണ്. ലാംഡ 0 0 ഇവിടെ ഉണ്ട്. ദിസ് ഇസ് ലാംഡ 1 1 ടി 0 1. റൈറ്റ്, സോ ദാറ്റ്സ് ബീറ്റ ടേക്സ് വാല്യൂ 1. അടുത്ത നമ്മൾ എഴുതുന്ന ലാംഡ 0 1 അങ്ങനെ തന്നെ ഇവിടെ എഴുതി. ആൻഡ് ദെൻ യു ഹാവ് ടു ക്യാരി ഔട്ട് ദ സമ്മേഷൻ ഓവർ ബീറ്റ. ഈ സമ്മേഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ ലാംഡ 1 0 ടി 1 0, ഓക്കെ, ബീറ്റ ഈക്വൽ ടു 0, പ്ലസ് ലാംഡ 1 1 ടി 1 1. ഓക്കെ, ഇവിടെ 1 ഓൾറെഡി ഫിക്സ്ഡ് ആണ്, സോ ക്യാരിങ് ഔട്ട് സമ്മേഷൻ. ഈ ടേം ആണ് ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ലാംഡ 0 1 lambda 1 0 t 1 0 plus lambda 1 1 t 1 1. All right, so you should actually practice doing such calculations. All right, okay. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് റാങ്ക് ആന്റിസിമെട്രിക് ടെൻസറിന്റെ ആണോ നോക്കുന്നത്? നമ്മൾ സെക്കൻഡ് റാങ്ക് ആന്റിസിമെട്രിക് ടെൻസറിന്റെ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് ആണ് നോക്കുന്നത്. Alright, so this you can write it as lambda 0 0 lambda 1 1. Okay, കാരണം t 0 0 നമ്മൾ എടുക്കണമെങ്കിൽ ആന്റിസിമെട്രിക് ടെൻസർ ആയതുകൊണ്ട് t 0 0 0 ആണ്, t 1 1 0 ആണ്. Alright, diagonal elements 0 ആണ്. We are talking about the transformation rules of an antisymmetric tensor. So these terms are 0. Alright, ബാക്കിയുള്ളത് lambda 0 lambda 0 0 lambda 1 1 t 0 1 plus lambda 0 1 lambda 1 0 t 1 0. Okay, fine. Right, ഇനി നമുക്കറിയാം ആക്ച്വലി t 0 1 t 1 0 ഇൻഡിപെൻഡന്റ് അല്ല, അറിയാം, they are ഇതിനെ 0 1 ഇന്റർചേഞ്ച് കിട്ടിയ ക്വാണ്ടിറ്റി ആണ്. Alright, but so we can write this as, okay, നമുക്ക് ഇതിനെ തൽക്കാലം ഇങ്ങനെ എഴുതാം, lambda 0 0 lambda 0 0 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം, ഇറ്റ്സ് ഗാമ. Lambda 0 0 is gamma, so that is why we have a okay, lambda 1 0 നമുക്ക് ഇവിടെ ഉള്ളത് lambda 0 0 ഉം lambda 1 1 ആണ്. Right, lambda 0 0 ഉം lambda 1 1 ആണ്. So let's check these things. Lambda 0 0 is gamma and lambda 1 1 is also gamma. All right, so this becomes gamma square. All right, lambda 0 0 is gamma. We already have from the matrix lambda 0 0 is gamma, lambda 1 1 is also gamma. So this becomes gamma square t 0 1. Okay, plus ഇതുപോലെ തന്നെ നമുക്ക് lambda 0, I missed something here, there should be an index 1, right? Yes, lambda 0 1. But lambda 0 1 miss, is that correct? Yeah, it's lambda 0 1. Okay, but lambda 0 1 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. What's lambda 0 1? This is lambda 0 1. Okay, ബാക്കി നമുക്കുള്ളത് lambda 1 0. What's lambda 1 0? That's minus gamma beta. All right, so you have got minus gamma beta minus gamma beta. ഇനി t 1 0 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? t 1 0 is equal to minus t 0 1 because of antisymmetry. All right, this is an antisymmetric tensor. So this becomes gamma square t 0 1 നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാം, gamma square minus gamma square beta square t 0 1. Okay, ഇനി gamma square നമ്മൾ ഇവിടുന്ന് പുറത്തെടുക്കണമെങ്കിൽ gamma square multiplied by 1 minus beta square t 0 1. All right, അപ്പോൾ 1 minus beta square നമ്മൾ ഗാമയുടെ ഡെഫിനേഷൻ എടുക്കുകയാണെങ്കിൽ ഗാമ is equal to 1 by square root of 1 minus beta square, കാരണം beta is equal to b divided by c. All right, so if you look at the definition for gamma, gamma is equal to 1 by square root of 1 minus beta square. All right, so gamma square is actually 1 by 1 minus beta square. So gamma square multiplied by 1 minus beta square എന്ന് പറയുന്നത് it's 1. So you see that after all this work, when the smoke clears, you see that t bar 0 1 is equal to t 0 1. It does not change. Okay, അതിൽ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 0 ആണ്, നമ്മൾ ഇവിടെ ഉപയോഗിച്ചാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ കാൽക്കുലേഷനിൽ ഉപയോഗിച്ചത്. ഓൾറൈറ്റ്, ഈ രീതിയിൽ എല്ലാ ട്രാൻസ്ഫോർമേഷൻ റൂൾസും എല്ലാ എലിമെന്റ്സിന്റെയും ട്രാൻസ്ഫോർമേഷൻ റൂൾസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. യു ഷുഡ് റിയലി ട്രൈ ദിസ്. ഓൾറൈറ്റ്, നമ്മൾ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ ഹൗ വി ഡു ദിസ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. So t bar 0 1 t 0 1 തന്നെയാണ്. In the same way you can find all the other transformation rules using the same transformation matrix, and I have just given it here. All right, നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പണൻസ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതിന്റെ റൂൾസ് നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. എക്സാക്ട്ലി ആ ഫോമിലാണ് ഒരു സെക്കൻഡ് റാങ്ക് ആന്റിസിമെട്രിക് ടെൻസറിന്റെ എലിമെന്റ്സ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. Right, so we can compare them actually.
നമ്മൾ നോക്കുകയാണെങ്കിൽ ex bar equal to ex. So this looks like t01 bar equal to t01, right? It looks like t01 bar equal to t01. അതുപോലെ y bar equal to gamma ey minus vbz, right? y bar is equal to gamma ey minus vbz നമ്മൾ ചെയ്തതാണ്. അതുപോലെ നമ്മൾ ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ t bar 02 is equal to gamma t02 minus beta t12. They look very similar, right? They look very similar, except ഇവിടെ ഒരു ബീറ്റ ആണുള്ളത്. സെക്കൻഡ് റാങ്ക് ആന്റിസിമെട്രിക് ടെൻസറിന്റെ നോക്കുമ്പോൾ ഇവിടെ ഒരു ബീറ്റ ആണുള്ളത്. നമുക്ക് ബീറ്റയ്ക്ക് പകരം ഇവിടെ ഉള്ളത് വി ആണ്, റൈറ്റ്? ബീറ്റയ്ക്ക് പകരം നമുക്ക് ഇവിടെ ഉള്ളത് വി ആണ്, റൈറ്റ്? അടുത്തത് നമുക്ക് നോക്കാം. അങ്ങനെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടി ബാർ 03 നോക്കുകയാണെങ്കിൽ ഇവിടെ ബീറ്റ ആണുള്ളത്, ഇവിടെ വി ആണുള്ളത്, റൈറ്റ്? അപ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് യു ഡിവൈഡ് ദ ഫസ്റ്റ് ലൈൻ ത്രൂ ഔട്ട് ബൈ സി, റൈറ്റ്? ex bar equal to ex ആണെങ്കിൽ ex bar by c is equal to ex by c. ഇത് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ സി. നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: ex bar by c is equal to ex by c. c എന്തായാലും ലോറൻസ് ഇൻവേരിയന്റ് ആണ്, സോ യു ആർ ജസ്റ്റ് ഡിവൈഡിംഗ് ബൈ എ ലോറൻസ് ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി. ey bar divided by c is equal to gamma ey by c minus beta bz, right? കാരണം v by c ആണ് നമ്മുടെ beta എന്ന് പറയുന്നത്. Okay, divide every term by c. Okay, similarly you get this. Now we can compare these things and you see that antisymmetric tensor and transformation rules ഞാൻ വീണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്, right? I didn't have to go back to the previous slide. It's all, I have written it here, I have repeated it here. Okay, t bar 01 equal to t01, t bar 02 equal to gamma t02 minus beta t1. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ this electric field and magnetic field, they transform exactly like the components of a second rank antisymmetric tensor. Okay, നമ്മൾ പറഞ്ഞു ഒരു ടെൻസറിനെ ഡിഫൈൻ ചെയ്യുന്ന അതിന്റെ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് ആണ്. So immediately we see that from the transformation rules we see that these components of electric and magnetic fields form a second rank antisymmetric tensor, right? Because they transform exactly in the same way. So this means that we can now define a second rank antisymmetric tensor. ഇതിനെ നമ്മൾ f mu nu എന്നാണ് വിളിക്കുക. f mu nu ന്റെ എലിമെന്റ് നമ്മൾ ഇതുമായിട്ട് മാച്ച് ചെയ്യണം, right? So we can find the elements of f mu nu by matching this expression. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് you match the first line in this expression with the first line here, right? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എഴുതാം, ഉദാഹരണത്തിന് I'll write a few of them. We see that f01, right? നമ്മൾ second rank antisymmetric tensor എടുക്കുകയാണ്. So we call this as f. Okay, you see that for example f01 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ t bar 01 equal to t01, right? അപ്പോൾ നമ്മൾ സെക്കൻഡ് റാങ്ക് ആന്റിസിമെട്രിക് ടെൻസറിന്റെ 0th കോമ്പണന്റ് ആയിട്ട് നമുക്ക് ex by c എടുക്കാം. Okay, this is ex by c, right? അതുപോലെ ഇവിടെ t bar 02, okay, അതുപോലെ നമുക്ക് ഇവിടെ ഉള്ളത് gamma t02. t02 യുടെ സ്ഥാനത്ത് നമുക്കുള്ളത് ey by c ആണ്. So we can write f02 is another second rank tensor. This we call it as ey divided by c. Similarly f03 is equal to ez divided by c. ഇത് നമ്മൾ ചെയ്യുന്ന ജസ്റ്റ് ഈ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് കമ്പയർ ചെയ്യുന്നതിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ബാക്കി എലിമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം, right? ഇവിടെ നോക്കുകയാണെങ്കിൽ മൈനസ് ബീറ്റ t12 ആണുള്ളത്, ഇവിടെ മൈനസ് ബീറ്റ bz, right? മൈനസ് ബീറ്റ bz, right? So we can write f12 is equal to ബീറ്റ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ f12 is equal to bz, right? എത്ര കോമ്പണൻസ് ആയി? 1 2 3 4, രണ്ട് കോമ്പണൻസും കൂടെ പറഞ്ഞാൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ്. കാരണം 6 എണ്ണം നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 6 എണ്ണം പറഞ്ഞാൽ. So f12 is equal to bz. Next let's look at f31, right? f31 is equal to by, right? f31 is equal to by, right? So we have got 5 of them. We need one more. So let's take this t bar 23. നമ്മൾ നോക്കുകയാണെങ്കിൽ t bar 23 equal to t23. t23 എന്നുള്ളത് നമുക്ക് bx എഴുതാം, അല്ലെങ്കിൽ f23 എന്നുള്ളത് നമുക്ക് bx എഴുതാം, right? ഇപ്പൊ നമുക്ക് 6 ഇൻഡിപെൻഡന്റ് കോമ്പണന്റ് കിട്ടി. ഇത് സെക്കൻഡ് റാങ്ക് ആന്റിസിമെട്രിക് ടെൻസർ ആയതുകൊണ്ട് now we know all the other components, right? കാരണം f23 അറിയാമെങ്കിൽ നമുക്ക് f32 അറിയാം, it's just minus f23. f31 അറിയാമെങ്കിൽ we know f13, that's just minus f31, etc. Right? So we can just do this. Okay, ഈ രീതിയിൽ നമ്മൾ അറേ ആയിട്ട് എഴുതുകയാണെങ്കിൽ you see that f mu nu has components 0 and f01. Okay, f01 is ex by c, right? f02 is ey by c, f03 is ez by c, all right? അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ f12 is bz, all right? f12, okay, this is f10, f11, f12 is bz, okay? f31 is by, sorry, f12 is bz, f31 by എന്നറിയാം. So f13 is minus by, all right? That's why we have a minus by here, all right?
and then we have got f23 is equal to bx. ഇതാണ് f23. Alright, അപ്പോൾ നമുക്ക് upper diagonal 6 elements മനസ്സിലായി, and then the other elements can simply be found by taking the minus, ഈ termsന്റെ corresponding minus sign കൊണ്ട് multiply ചെയ്യുന്നതിലൂടെ ഇതിന്റെ corresponding terms നമുക്ക് lower triangle ഉള്ള terms കണ്ടുപിടിക്കാം. That's how you do this. Alright, so this is something that can be asked as an essay question, and this is a good question. Okay, you can write these things easily. അപ്പോൾ ടെൻസറിന്റെ ട്രാൻസ്ഫോർമേഷൻ റൂൾ എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്കറിയണം. സെക്കൻഡ് റാങ്ക് ടെൻസറിന്റെ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. Right, so you write this transformation rule. Also, you may have to derive sometimes. Okay, I think you'll have to derive the transformation rules for fields. Fields in a transformation rule derive change, and then by comparing, you can construct this tensor. It may be useful to remember the components of this tensor. If mu nu ennulla tensor ന്റെ components, if it's not too difficult for you to memorize, it will save you a lot of time. Right, it will save you a lot of time. It's not very difficult to remember. കാരണം ഈ 6 elements നമ്മൾ ഓർമ്മിച്ചാൽ മതി. You just remember these 6 elements, others we can find. These 3 are immediately obtained, right? It's ex by c, ey by c, and ez by c. That's fine. Okay, that's easy to remember. Actually, ബാക്കി 3 എണ്ണം memorize ചെയ്താൽ മതി. 3 എണ്ണം memorize ചെയ്താൽ. So I suggest that, I advise strongly that you memorize the elements of the field tensor. Right? Now what do we see? Okay, നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. Initially electric field ഉം magnetic field ഉം, അല്ലെങ്കിൽ electrostatics ഉം magnetostatics entirely different ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് കണ്ടുപിടിച്ചിരുന്നത്. And then there was electromagnetism, right? Because you might remember that Ørsted actually showed that if there's an electric current, it can deflect a magnetic needle, or compass in the needle deflecting. So he actually found that there is a relation between electric and magnetic field. So that's a sort of unification. The electric field and magnetic field, electrostatics and magnetostatics, a unification. So that's we can say that this unification of electric and magnetic field was a project started by I think it's pronounced as Ørsted. I think it's pronounced as Ørsted. I don't know the pronunciation exactly. All right. So he found that electric field and magnetic field are related. Now we see that they are more related than we earlier thought, and the electric field and magnetic fields, or the components of electric field and magnetic field, they form a single object called a second rank antisymmetric tensor. Right? This we call it as the field tensor. Field tensor. All right, so this is good. All right, this is good. It simplifies things a lot. Okay, കുറെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, മാക്സ്വെൽസ് ഇക്വേഷൻസ് ഒക്കെ നോക്കുമ്പോൾ സംടൈംസ് ഇറ്റ് ലുക്സ് റാദർ ആർബിട്രറി. 4 ഇക്വേഷൻസ്, റൈറ്റ്? ഇറ്റ് ഡസന്റ് റിയലി ലുക്ക് ദാറ്റ് ബ്യൂട്ടിഫുൾ. റൈറ്റ്, നൗ വി ഹാവ്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ടെൻസർ കോൺസെപ്റ്റ് ഉപയോഗിച്ചില്ല, ടെൻസറിന്റെ ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് മാക്സ്വെൽസിന്റെ ഇക്വേഷനെ എങ്ങനെ എഴുതാന്നുള്ളതാണ്. ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു സീ ദിസ്. റൈറ്റ്, ദിസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ഓക്കെ, ആക്ച്വലി നമ്മളിവിടെ ചെറിയൊരു ചീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്തത്, ഓക്കെ, ഇത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാതെ ചെയ്തത്, വി ഇമ്മീഡിയറ്റ്ലി കമ്പയർഡ് ദ ഫസ്റ്റ് ലൈൻ. നമുക്കറിയാവുന്ന ഇവിടെയുള്ള ഫസ്റ്റ് ലൈനിനെ ഇതിലുള്ള ഫസ്റ്റ് ലൈനുമായിട്ടും ഈ സെക്കൻഡ് ലൈനിനെ ഈ സെക്കൻഡ് ലൈനുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തത്. Right? But there's no reason for us to choose simply that. ആ ഒരു കമ്പാരിസൺ മാത്രം നമ്മൾ നടത്തുന്നില്ല. Why don't we compare the first line, the second line of this with the first line of this, and the first line of this with the second line of this? Okay, we can do that. അത് ചെയ്യുന്ന കാരണം ഇതിപ്പോൾ ഞാൻ ഈ ഓർഡറിൽ എഴുതിയെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കമ്പയർ ചെയ്തത്. Okay, I could have written these transformation rules in the first line and then the comparison would be different. Right? അപ്പോൾ ഇത് ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യാം. So I leave that part to you. I don't explain it in so much detail. Okay, but the comparison എളുപ്പമാക്കാൻ we can actually, you will see that there is a problem with the minus sign. അപ്പോൾ നമ്മൾ c കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പുറമെ ആദ്യത്തെ ലൈനിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. Divide throughout by minus. All right, divide throughout by -1. Okay, so minus ex bar by c. ഇതേ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് തന്നെയാണ്. Just multiply throughout by minus. That's for easiness of comparison. All right, you can start without multiplying by a minus, and then you will see that you will have to take care of this minus sign. Okay, so it's difficult to keep track of the minus sign, so it's easier to multiply throughout by the minus sign. Okay, ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് ഇതിലുള്ള സെക്കൻഡ് ലൈനിനെ ഇതിന്റെ ഫസ്റ്റ് ലൈനുമായിട്ട് കമ്പയർ ചെയ്യുക. റൈറ്റ്, ഇതിലുള്ള സെക്കൻഡ് ലൈനിനെ ഇതിന്റെ ഫസ്റ്റ് ലൈനുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് ബാക്കി ഉള്ള എലിമെന്റ്സ് കിട്ടണമെങ്കിൽ compare the first line here with the second line here. All right, that also can be done. All right, കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ t bar 01 equal to t01,
ഇവിടെ നോക്കുകയാണെങ്കിൽ ടി ബാർ 23 ഈക്വൽ ടു T23. ഇത് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞതിന്റെ കാരണം ദേ ലുക്ക് വെരി സിമിലർ. ദേ ലുക്ക് വെരി സിമിലർ. ട്രാൻസ്ഫോർമേഷൻ റൂൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ ലുക്ക് വെരി സിമിലർ. ദാറ്റ്സ് ദ റീസൺ വൈ വി ക്യാൻ ആക്ച്വലി കമ്പയർ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് ഓർഡർ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കമ്പയർ ആണ്. ഉദാഹരണത്തിന് ടി ബാർ 01 ഈക്വൽ ടു T01. അപ്പോൾ ഇത് നമുക്ക് വേറെ ടെൻസർ ആണ് കിട്ടുക. നമ്മൾ എഫ് മ്യൂനു എന്ന് എഴുതിയ ടെൻസർ അല്ല, വേറെ ടെൻസർ ആണ് കിട്ടുക. വേറെ ടെൻസർ പറഞ്ഞാൽ അതിന്റെ കോമ്പണൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടി ബാർ 01 ഈക്വൽ ടു T01. നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഈ സെക്കൻഡ് ലൈനിനെ ഇതിന്റെ ഫസ്റ്റ് ലൈനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബി എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് എന്നുള്ളത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ടി ബാർ 01 ഈക്വൽ ടു T01. ഓക്കെ, സോ വി ഡിഫൈൻ എ ന്യൂ ടെൻസർ വിത്ത് എലിമെന്റ്സ് G01. Okay, G01 is equal to Bx, etc. Right, the other comparison you can just do it. All right, I ask you to do the rest of the comparison. Actually, with minus sign going to multiply, c going to divide. The rest of the job is entirely easy. Just compare these terms. All right, and you can exactly G mu nu ennulla matrix inde elements are independent elements നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. You see that this is slightly different from F mu nu, and you have got a different array of components. Okay, bx, by, bz, minus bx, minus ez by c, ey by c, etc. All right. Now, G mu nu ചെയ്യണമെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ you have to do this once. All right, you have to find the elements once, but you can find it from F mu nu by the substitution. All right, e bar by c എന്നുള്ളതിന് പകരം b വെക്ടർ ഇടുക, b വെക്ടർ എന്നുള്ളതിന് പകരം മൈനസ് e വെക്ടർ ബൈ c എന്നിടുക. സോറി, e വെക്ടർ ബൈ c എന്നുള്ളതിന് പകരം b വെക്ടർ, മുൻ f mu nu b വെക്ടർ വന്നെടുത്ത് മൈനസ് e വെക്ടർ ബൈ c. So you see that there is some sort of a symmetry between electric and magnetic field. You can interchange them. All right, you can interchange. അപ്പോൾ ഈ interchange നടത്തുകയാണെങ്കിൽ you just remember this rule and you can find G mu nu once you have F mu nu. Okay? Which means that you don't have to do the work if you don't have the time. Exam full you don't have to compare. You can just say that once you compare, you get this matrix, and if you know the elements of F mu nu, you remember this rule, and then you also know G mu nu. Alright, so G mu nu കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എഫ് മ്യൂനു ആണെങ്കിലും ജി മ്യൂനു ആണെങ്കിലും ഈ വെക്ടറിന്റെയും ബി വെക്ടറിനും കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ റൂൾസ് തന്നെയാണ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ജി മ്യൂനുവിനെയാണ് നമ്മൾ ഡ്യുവൽ ടെൻസർ എന്ന് പറയുന്നത്. ഡ്യുവൽ ഫീൽഡ് ടെൻസർ അല്ലെ ഫീൽഡ് ടെൻസറിന്റെ ഡ്യുവൽ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ദ ഹോഡ്ജ് ഡ്യുവൽ. ഐ തിങ്ക് ഐ എം റൈറ്റ് ഹിയർ. യു ക്യാൻ ചെക്ക്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ ഹോഡ്ജ് ഡ്യുവൽ ഓഫ് എഫ് മ്യൂനു. ഓൾറൈറ്റ്, ഓക്കെ. ഇനി ഈ എഫ് മ്യൂനും ജി മ്യൂനും തമ്മിലുള്ള റിലേഷൻ എഴുതാൻ വേറൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയുണ്ട്. ജി മ്യൂനു ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ മ്യൂ ന്യൂ ആൽഫ ബീറ്റ എഫ് ആൽഫ ബീറ്റ. വാട്ട് ഡസ് ദിസ് മീൻ? ദിസ് എപ്സിലോൺ മ്യൂ ന്യൂ ആൽഫ ബീറ്റ നമ്മൾ ഓൾറെഡി ലെവി ചിവിറ്റ സിമ്പിൾ കണ്ടിട്ടുണ്ട്. ഓൾറൈറ്റ്, നമ്മൾ എപ്സിലോൺ ഐ ജെക്ക് കംപ്ലീറ്റ്ലി ആന്റിസിമെട്രിക് അബൌട്ട് എനി ഇന്റർചേഞ്ച് ഓഫ് ഐ ജെ ആൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു എന്താണ് മിങ്കോസ്കി സ്പേസിലുള്ള ജനറലൈസേഷൻ ആണ് എപ്സിലോൺ മ്യൂ ന്യൂ ആൽഫ ബീറ്റ. ഇതിന്റെ ഡെഫിനേഷൻ എക്സാക്ട്ലി സെയിം ആണ്. ഇവിടെ 3 ഇൻഡെക്സ് ഉണ്ട്, ഇവിടെ 4 ഇൻഡെക്സ് ഉണ്ട്. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ എക്സാക്ട്ലി സെയിം ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആന്റിസിമെട്രിക് അബൌട്ട് എനി ഇന്റർചേഞ്ച് ഓഫ് two indices. Okay, any two interchange of any two indices. All right, it has values 1 and 0. 1 minus 1 and 0. മൂന്ന് പോസിബിൾ വാല്യൂസ് ആണുള്ളത്. 1 minus 1 and 0. ഏതെങ്കിലും രണ്ട് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആണ്. നമ്മൾ എപ്സിലോൺ ഐ ജെ ഒക്കെ ഡിഫൈൻ ചെയ്ത അതേ രീതിയിൽ തന്നെ. ഏതെങ്കിലും രണ്ട് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് 0. മ്യൂ ന്യൂ റോ സിഗ്മ, നമ്മളിവിടെ എപ്സിലോൺ മ്യൂ ന്യൂ റോ സിഗ്മ ഇൻഡെക്സസ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഈവൻ പെർമിറ്റേഷൻ ഓഫ് 0 1 2 3 ആണെങ്കിൽ ഇത് 1 ആണ്. ഓഡ് പെർമിറ്റേഷൻ ഓഫ് 0 1 2 3 ആണെങ്കിൽ -1 ആണ്. ഈവൻ പെർമിറ്റേഷൻ ആണോ ഓഡ് പെർമിറ്റേഷൻ ആണോ എന്ന് പെട്ടെന്ന് കണ്ടിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എപ്സിലോൺ 0 1 2 3 is equal to 1. ഓൾറൈറ്റ്, ഇനി ഇത് നമുക്ക് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. കാരണം we know that it's antisymmetric about the exchange of any two indices. Okay, this means that if you want to find, for example, epsilon 0 2 1 3 ഇത് കണ്ടുപിടിക്കണം എന്നായിരുന്നു. ഓൾറൈറ്റ്, അപ്പോൾ ഇതിന് എത്ര ട്രാൻസ്ഫോർമേഷൻ നടത്തിയാലാണ് എത്ര ഇന്റർചേഞ്ച് നടത്തിയാലാണ് ഇങ്ങോട്ട് എത്തുന്നത്? You see that you can reach this by just one interchange. Right, you have interchanged two indices 1 and 2. Okay, so this will be equal to minus epsilon 0 1 2 3. So that's equal to -1 because this we already know. Okay, alright. അതുപോലെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി ഇപ്പോൾ ജി മ്യൂനെ നമുക്ക് ഈ എന്താണ് ലെവിച്ചിവിറ്റ സിമ്പിളിന്റെ ജനറലൈസേഷൻ 4 ഡയമെൻഷണൽ ജനറലൈസേഷൻ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം. ഹാഫ് എപ്സിലോൺ മ്യൂ ന്യൂ ആൽഫ ബീറ്റ എഫ് ആൽഫ ബീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ആൽഫ ബീറ്റ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ഫീൽഡ് ടെൻസർ ഡിഫൈൻ ചെയ്തത് എഫിന് 2 അപ്പർ ഇൻഡെക്സ് കൊടുത്തിട്ടാണ്, എഫ് മ്യൂ ന്യൂ.
both mu and nu were on the upstairs of F. All right. E F alpha beta, this is a tensor with two components appearing low states. Okay, രണ്ട് ഈ കോമ്പണൻസ് താഴെയാണുള്ളത്. All right. So അത് ഒരു സെക്കൻഡ് റാങ്ക് കോൺട്രാവേരിയന്റ് ടെൻസർ എന്ന് പറയും, F mu nu എന്ന് പറയുന്നത്. Okay. This is called a second rank covariant contravariant tensor. Sorry, this is a second rank contravariant. All right. ഈ terms കുറച്ച് dated ആണ്, but we'll use this. I think you will be using this term elsewhere also. Right. So this is called a second rank contravariant tensor. F alpha beta with the lower index is called a second rank covariant tensor. Okay, second rank covariant tensor. So how do you relate the components of a contravariant tensor to the components of a covariant tensor? They are related by this metric. കാരണം നമ്മൾ മെട്രിക് ഉപയോഗിച്ച് ലോവറിംഗ് ഓഫ് ഇൻഡെക്സസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. We had already defined lowering of index. നമ്മൾ lowering of index ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് a nu is equal to, okay, covariant വെക്ടറിന്റെ കോമ്പണന്റ് ഇട്ടുണ്ടെങ്കിൽ കോൺട്രാവേരിയന്റ് വെക്ടറിന്റെ കോമ്പണന്റ്സ് അറിയാവുന്നതായിരുന്നു. So this is g nu alpha multiplied by a alpha. A alpha എന്ന് പറയുന്നത് കോൺട്രാവേരിയന്റ് ആണ്. Okay, so you can use the metric to lower the index. Okay, ഒരു ഇൻഡെക്സ് ലോവർ ചെയ്യാൻ ഒരു മെട്രിക് വേണം. അതുപോലെ രണ്ട് ഇൻഡെക്സ് ലോവർ ചെയ്യണമെങ്കിൽ you need to introduce two factors like this. Right? അതായത് ആൽഫ എന്നുള്ളതിനെ ലോവർ ചെയ്യാനാണ് ഈ ജി ആൽഫ മ്യൂ, ബീറ്റ എന്നുള്ളതിനെ ലോവർ ചെയ്യാനാണ് ഈ ജി ബീറ്റ ന്യൂ. Right? So one index each is lowered and you have f mu nu. Right? ഇത് നമ്മൾ ആക്ച്വലി ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. ദിസ് ഇസ് ജി ആൽഫ മ്യൂ. റൈറ്റ്, ഇത് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ജി ബീറ്റ ന്യൂ എഫ് ആൽഫ ബീറ്റ. ഓക്കെ, അപ്പോൾ ബീറ്റ മാത്രമാണ് താഴേക്ക് വന്നത്. ഓക്കെ, ഞാൻ ഇത് മാത്രം ചെയ്യാണ്. ജി ബീറ്റ ന്യൂ എഫ് ആൽഫ ബീറ്റ എന്നുള്ളത് എനിക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് എഫ്, ഈ ആൽഫ ഇവിടെ തന്നെ നിൽക്കും. ബീറ്റ ഗോസ് ഡൗൺ ആൻഡ് ബിക്കംസ് ന്യൂ. ഓൾറൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പ്, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതൊരു മിക്സ്ഡ് ടെൻസർ എന്നാണ്. ദിസ് ഇസ് കോൾഡ് മിക്സ്ഡ് ടെൻസർ. അതായത് ഒരു കോൺട്രാവേരിയന്റ് ഇൻഡെക്സും ഒരു കോവേരിയന്റ് ഇൻഡെക്സും ആണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മിക്സ്ഡ് ടെൻസേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആൽഫ ഇവിടെയാണുള്ളത് അല്ലേ. നമ്മൾ ബീറ്റ താഴേക്ക് വരുമ്പോൾ ഈ ബീറ്റ ഉണ്ടായിരുന്നതിന്റെ താഴെ തന്നെ ന്യൂ എഴുതും. ഇവിടെ ന്യൂ എന്ന് എഴുതാൻ പാടില്ല. ഓക്കെ, യു ഷുഡ് റൈറ്റ് ന്യൂ ലൈക്ക് ദിസ്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇതൊരു സിമെട്രി പ്രോപ്പർട്ടീസ് നമുക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ ഇതിൽ ഏതാണ് ആദ്യത്തെ ഇൻഡെക്സ് നമുക്ക് പറയാൻ കഴിയാത്തത്. റൈറ്റ്, ആൽഫയും ന്യൂ. അപ്പോൾ നമ്മൾ സെക്കൻഡ് പൊസിഷനിലുള്ള കോൺട്രാവേരിയന്റ് ഇൻഡെക്സ് ആണെങ്കിൽ അതിനെ സെക്കൻഡ് പൊസിഷനിൽ തന്നെ എഴുതണം. Alright, so beta is summed over, we are going to new here. Alright, okay, but ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. You have to leave a space here. Alright, when you write mixed tensor, you should be careful about at which position the index is. Alright, അപ്പോൾ ഇത് വീണ്ടും നമ്മൾ g alpha mu f alpha nu എന്ന് ചെയ്യുകയാണെങ്കിൽ now this index also comes down. Okay, this metric takes this index also down and you get this is equal to f mu. Okay, ഇനി ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. Okay, it's a good thing to play around with these things a little bit. Okay, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. First we can combine these things. Alright, so this becomes what do you say, alpha mu. So this alpha goes down and you have got this is equal to g beta nu. അതവിടെ തന്നെ ഉണ്ട്. Now this g alpha mu has taken this alpha down, so this becomes alpha താഴേക്ക് പോയിട്ട് it becomes mu. Right, mu. Alright, and then the second index is in the second position. Alright, remember that the second index has to be put in the second position. Alright, അതായത് ഇവിടെ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. Right, now you do this thing, g beta nu beta. Alright, f mu beta. So this is equal to f mu nu. Okay, beta has come down and it has become an index nu. Right, so this is how you do such calculations. Okay, okay, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമുക്ക് ജി മ്യൂനുവിന്റെ എലിമെന്റ്സ് അറിയാം, എഫ് മ്യൂനുവിന്റെ എലിമെന്റ്സ് അറിയാം. റൈറ്റ്, അപ്പോൾ ഞാനിവിടെ ക്ലെയിം ചെയ്ത് ജി മ്യൂന്യു ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ മ്യൂന്യു ആൽഫ ബീറ്റ എഫ് ആൽഫ ബീറ്റ ആണ്. ഐ വാണ്ട് യു ടു ഷോ ദാറ്റ് ദിസ് ഇസ് ആക്ച്വലി ട്രൂ. റൈറ്റ്, അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് കാണിക്കാം. ഐ ലീവ് ദ റെസ്റ്റ് ആസ് ആൻ എക്സസൈസ് ഫോർ യു. റൈറ്റ്, ആക്ച്വലി ഐ വിൽ ഡു ടു. റൈറ്റ്, ഐ വിൽ ഡു ടു എലിമെന്റ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് G00, റൈറ്റ്, G00 ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ മ്യൂന്യു ആൽഫ ബീറ്റ. അതായത് ഇവിടെ നമ്മൾ 00 ഇടണം. ഓക്കെ, ജി മ്യൂന്യു ഇവിടെ എപ്സിലോൺ മ്യൂന്യു ആണുള്ളത്. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു 0. റൈറ്റ്, ബിക്കോസ് ഏതൊരു രണ്ട് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ ഇത് 0 ആണ്. This is equal to 0. So that I have done one for you. I'll do one more. Alright, let's try G01.
G01 നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യേണ്ടത് G01 is equal to half epsilon. Okay, ആദ്യത്തെ രണ്ട് ഇൻഡെക്സ് ഇത് തന്നെയാണ് 0 1, and then you have got two dummy indices for summation, and you have got f alpha beta. All right. Okay, so this is equal to half epsilon 0. ഇപ്പോൾ നമുക്കറിയാം ആൽഫ സമ്മേഷൻ ചെയ്യണം, ബീറ്റ സമ്മേഷനും ചെയ്യണം. റൈറ്റ്, പക്ഷെ ആൽഫ നമ്മൾ ഉദാഹരണത്തിന് 0 എടുത്തത്, ആൽഫയുടെ ഏതൊക്കെ വാല്യൂസിനാണ് നോൺ 0 വരിക? ആൽഫ റൺസ് ഫ്രം 0 1 2, ആൽഫ സ്റ്റാർട്ട്സ് ഫ്രം 0 and it goes 1 2 3. റൈറ്റ്, പക്ഷെ ഇവിടെ ഓൾറെഡി 0 1 എന്നുള്ള ഫിക്സ് ചെയ്തിട്ടുണ്ട്, 0 1 എന്നുള്ള ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ആന്റിസിമെട്രിക് ആണെങ്കിൽ ഏതെങ്കിലും രണ്ട് ഇൻഡെക്സ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ 0 ആവും. Okay, so alpha cannot be 0 or 1. Alpha cannot be 0. Actually, alpha can be 0 or 1, but then the value is 0. Okay, അങ്ങനെയാണെങ്കിൽ ലെവിച്ചിവിറ്റയുടെ വാല്യൂ 0 ആണ്. Alpha can be 1, ലെവിച്ചിവിറ്റ 0. Alpha can be 2 and alpha can be 3. ഈ രണ്ട് പോസിബിലിറ്റീസ് ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ആൽഫ ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഈ സമ്മേഷനിൽ ആൽഫ ഈക്വൽ ടു 2 എന്ന് എഴുതാം. റൈറ്റ്, അപ്പോൾ 0 1 2 ആയി കഴിഞ്ഞാൽ പിന്നെ ബീറ്റയ്ക്ക് ആകെ ഒരു പോസിബിൾ നോൺ 0 വാല്യൂ ഉള്ളൂ. ആക്ച്വലി ബീറ്റയ്ക്ക് ആകെ ഒരു പോസിബിൾ വാല്യൂ ഉള്ളൂ, ദാറ്റ് ഇസ് 3. ബാക്കി എല്ലാ ബീറ്റ വാല്യൂസിനും 0 ആണ്, കാരണം ഏതൊരു രണ്ട് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ 0 ആണ്. റൈറ്റ്, സോ വൺസ് ഐ പുട്ട് ആൽഫ ഈക്വൽ ടു 2, ബീറ്റ ക്യാൻ ടേക്ക് ദ ഓൺലി നോൺ 0 ടേം കറസ്പോണ്ട്സ് ടു ബീറ്റ ഈക്വൽ ടു 3. റൈറ്റ്, അപ്പോൾ ഇവിടെ 2 3 ആണെങ്കിൽ ആൽഫ ഈക്വൽ ടു 2, ബീറ്റ ഈക്വൽ ടു 3 നമ്മൾ ഇവിടെയും ഇടണം. സോ ദാറ്റ്സ് f23. There's one more possibility. Alpha can take value 3 in the whole summation. Alpha can take value 3. അതാണ് ഇവിടെ 0 1 3 2 എന്ന് എഴുതിയിരിക്കും. ഓക്കെ, ആൽഫ 3 എടുക്കുകയാണെങ്കിൽ പിന്നെ എപ്സിലോണിന്റെ വാല്യൂ നോൺ 0 ആണെങ്കിൽ ബീറ്റ ഷുഡ് ബി സംതിങ് ഡിഫറെന്റ് ഫ്രം ഓൾ ദീസ് 3. റൈറ്റ്, ആൻഡ് ദ ഓൺലി പോസിബിലിറ്റി ഈസ് 2. ഓക്കെ, അപ്പോൾ ഫുൾ സമ്മേഷനിലേക്ക് രണ്ട് ടേം മാത്രമേ നോൺ 0 ആയിട്ടുള്ളൂ. ദിസ് ഇസ് എപ്സിലോൺ 0 1 2 3 f23 പ്ലസ് എപ്സിലോൺ 0 1 3 2 f3. എപ്സിലോൺ 0 1 2 3 എന്ന് പറയുന്നത് 1 ആണ് നമുക്കറിയാം. Alright, that's by definition this is equal to 1. So this is f23. Okay, epsilon 0 1 3 2 എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻഡെക്സ് ഇന്റർചേഞ്ച് ചെയ്ത ഒബ്ജക്റ്റ് ആണ്. So it has a minus sign. So this is minus f32. f23 minus f32. Alright, ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്ന വേറെ കാര്യം, അസ്യൂം ചെയ്യുന്നത് ഐ ജസ്റ്റ് പ്രൂവ് ദിസ്. ഈ f mu nu എന്ന് പറയുന്നത് ഒരു ആന്റിസിമെട്രിക് ടെൻസർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ f mu nu വിത്ത് ലോവർ ഇൻഡെക്സ് ഇസ് ഓൾസോ ആൻ ആന്റിസിമെട്രിക് ടെൻസർ. അതായത് നമ്മൾ ടെൻസറിന്റെ ഇൻഡിസസ് ലോവർ ചെയ്യുമ്പോൾ അതിന്റെ സിമെട്രി പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നില്ല. ആന്റിസിമെട്രിക് ആണെങ്കിൽ ലോവർ ഇൻഡെക്സ് ഉള്ള ഒബ്ജക്റ്റും ആന്റിസിമെട്രിക് ആണ്. ഐ ജസ്റ്റ് പ്രൂവ് ദിസ് ഷോർട്ട്ലി, ബട്ട് നൗ യു ടേക്ക് ദിസ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഹാഫ് f23 മൈനസ് f32 എന്നുള്ളതിനെ മൈനസ് f23. So this is half multiplied by f23 minus, so this plus f23, so it's f23. Okay, അപ്പോൾ നമുക്ക് കിട്ടുന്നത് G01 equal to f23 എന്നാണ്. G01 is equal to f23. Now, how do you find f23? Okay, f23 കണ്ടുപിടിക്കാം. That's the next thing that we need to do. Alright, but f23 എങ്ങനെ കണ്ടുപിടിക്കാം? We say that f23 ന്റെ രണ്ട് ലോവർ ഇൻഡെക്സ് ആണുള്ളത്. So we write it as G2 alpha, G3 beta. Alright, and then f alpha beta. That's it. F alpha beta. ഈ സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് f23 കിട്ടും. We need to lower these two indices, and lower ചെയ്തിട്ട് നമുക്ക് 2 3 എന്നുള്ളതാണ് കിട്ടേണ്ടത്. ഓക്കെ, വി ജസ്റ്റ് യൂസ് ദ റൂൾ. അതായത് ഇവിടെ 2 3 ആയതുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി ഞാൻ 2 3 ഇട്ടത്. മെട്രിക് ടെൻസർ കംപ്ലീറ്റ്ലി നമ്മുടെ മിങ്കോസ്കി മെട്രിക് സിമെട്രിക് ആണെന്നുണ്ട്. സിമെട്രിക് ആയതുകൊണ്ട് ഇത് 2 ആൽഫ എന്നോ ആൽഫ 2 എന്നിട്ടാലോ കുഴപ്പമില്ല. ദാറ്റ്സ് ഫൈൻ. സോ ദാറ്റ്സ് വൈ ഐ ഡോണ്ട് വറി അബൌട്ട് ദ പൊസിഷൻ ഓഫ് ദ ഇൻഡെക്സ് ഫോർ ദ മെട്രിക്. മെട്രിക്കിന് ഇൻഡെക്സ് എവിടെ ഇടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അത്ര കെയർഫുൾ ആയിരുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് എ സിമെട്രിക് ഒബ്ജക്റ്റ്. ബട്ട് ജനറലി യു ഹാവ് ടു ബി കെയർഫുൾ വേർ ദ ഇൻഡെക്സ് ഗോസ്. ജനറലി യു ഹാവ് ടു ബി കെയർഫുൾ. ഓക്കെ, നമുക്കറിയാം ഇത് ഡയഗണൽ. നമുക്കറിയാം നമ്മുടെ മിങ്കോസ്കി മെട്രിക് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലിമെന്റ്സ് മാത്രം ഉള്ള മെട്രിക് ആയിരുന്നു. സോ ഇറ്റ് ഈസ് -1 0 0 0 0 1 0 0 0 0 1 അല്ലേ? This was our Minkowski metric. Okay, this means that ഈ രണ്ട് ഇൻഡെക്സ് സെയിം ആയിട്ടുള്ള G00 is -1, G11, G22, G33 ഈ 4 എണ്ണം ഒഴികെ ബാക്കി എല്ലാം 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫുൾ സമ്മേഷൻ ഇവിടെ ഓൾറെഡി 2 ഉള്ളതുകൊണ്ട് ആൽഫ ഫുൾ സമ്മേഷൻ നമ്മൾ എടുക്കണമെങ്കിലും മെട്രിക്കിന്റെ വാല്യൂ നോൺ 0 ആവുന്ന ആൽഫ ഈക്വൽ ടു 2 ന് മാത്രമായിരിക്കും. സോ ദിസ് വി ക്യാൻ റൈറ്റ് ആസ് G22. The same way, the only non-zero value for G3 beta is beta equal to 3. Okay, so this is അതുപോലെ ആൽഫ ഇസ് നമ്മൾ ഇവിടെ ഇട്ട് ആൽഫ 2 ആണ്, ബീറ്റ ഇസ് 3. റൈറ്റ്, അപ്പോൾ നമുക്ക് f23 എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. f23 എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ f23 നോക്കുകയാണെങ്കിൽ f00 f this is f10 f20 f21 f22
F23 is Bx. Right? So finally you get that it's equal to G22, G33. G22 is 1, G33 is 1, F23 is Bx. So you see that F23 is with the lower index is also Bx. It's the same, all right? It doesn't gain a minus sign or anything once it goes down. Right? നമ്മൾ ശ്രദ്ധിക്കുകയാണ് കാണാൻ കഴിയും ഇവിടെയുള്ള ഈ ഇൻഡെക്സ് മാത്രമാണ് -1 ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 0 ഇൻഡെക്സ് ഉള്ള അതായത് F02 എന്നുള്ള ക്വാണ്ടിറ്റി ഒക്കെ താഴേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ suppose you want F02, all right? ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ you will see that there will be a minus sign. It's equal to minus F02. Right? കാണാൻ കഴിയും കാരണം when you lower this 0 index, the metric will give a minus sign. All right? You can try these things. Okay? All other components. Okay? 0 index ഇല്ലാത്ത elements ഒക്കെ നമ്മൾ lower ചെയ്യുകയാണെങ്കിൽ, zero index ഇല്ലാത്ത elements ആണ് lower indices ഉണ്ടെങ്കിൽ അത് upper എന്താണ് ഉദാഹരണത്തിന്, so let me put it like this. Okay, I think I have explained this, but ഉദാഹരണത്തിന് F30 എന്ന element ആണ് നമ്മൾ എടുക്കുന്നത്. You will see that this is equal to minus of F30. അതേസമയം F31 0 എന്നുള്ള ഇൻഡെക്സ് ഇല്ലെങ്കിൽ you will see that this is equal to F31, like that. Okay, all right. Okay. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എലിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എലിമെന്റ് ഏതാണ്? G01. G01 equal to Bx എന്നാണ് നമുക്ക് കണ്ടുപിടിച്ചത്. We can just check this. I hope I am right. എന്താണ് കണ്ടുപിടിച്ചത്? G01, right? So we can check G01. This is G00, G01 is Bx. Okay, you can check all other elements. Okay, I ask you to check because it gives you some practice to work with these indices. Okay, indices ആയിട്ട് work ചെയ്യുന്നത് ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. The only thing you need is a little bit practice. Right? Once you start working a little bit with these indices, you will see that it's a really good way to do physics. Right? Using all these indices. Okay. So you need some practice. So I suggest that you find all the elements of G mu nu using this relation. All right, find all the elements of the dual tensor using this relation. Okay, all right. ഇവിടെ നമ്മൾ ഒരു കാര്യം പറഞ്ഞത് ആന്റിസിമെട്രി എന്ന് പറയുന്നത് ഇൻഡിസസ് ലോവർ ചെയ്യുമ്പോൾ പ്രിസർവ്ഡ് ആണെന്ന് പറഞ്ഞു. കാരണം നമ്മൾ F23 എന്ന് പറയുന്നത് -F32 ആണെന്ന് നമുക്കറിയാം. ദിസ് വി നോ. ഓൾ റൈറ്റ്. അല്ലെങ്കിൽ F32 is equal to minus F23. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. F32 equal to minus F23 എന്ന് പറയുന്നത്. This is antisymmetry. All right. So we also assumed that this is true if the indices are lower. അതായത് ഇൻഡിസസിനെ ലോവർ ചെയ്തപ്പോഴും ഇതിന്റെ ആന്റിസിമെട്രി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. It's easy to prove this. Okay, we can prove it like this. നമ്മൾ F alpha beta എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോവറിംഗ് ഓഫ് ഇൻഡെക്സിന്റെ റൂൾ അനുസരിച്ച് this is G mu alpha G nu beta F mu nu. Okay, this is equal to F mu nu. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? This is equal to G mu alpha G nu beta minus F nu mu. Okay, ഇവിടെ ഞാൻ ഉപയോഗിച്ചത് F mu nu ആന്റിസിമെട്രിക് ആണെന്ന് നമുക്ക് അറിയാം എന്നുള്ള കാര്യമാണ് ഇവിടെ ഉപയോഗിച്ചത്. Right, so this is equal to minus F nu. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. This is equal to minus G mu alpha G nu beta. Okay, F nu. I just pulled the minus sign outside. Right, what does this do? G mu alpha brings the index mu and makes it alpha. G nu beta brings the index nu down and makes it beta. So this is equal to F. Okay, we could do it in two steps, but I am doing it one step. I already explained. So this, what does this G nu beta do? This G nu beta brings down this nu and makes it beta. Okay, what does this G mu alpha do? It brings this mu down and makes it alpha. Right, and there's a minus sign there, and you see that F alpha beta is equal to minus F beta alpha. Right, so if you do this lowering of index, the symmetry property of the tensor is actually preserved. Right, if the contravariant index ആണ് എടുക്കുന്നതെങ്കിൽ അത് ആന്റിസിമെട്രിക് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കോവേരിയന്റ് ഇൻഡെക്സ് എടുക്കുമ്പോഴും ഇത് ആന്റിസിമെട്രിക് തന്നെ ആയിരിക്കും. ഇൻ ജനറൽ നമുക്ക് സിമെട്രി പ്രോപ്പർട്ടീസ് ഈ ഇൻഡിസസ് റൈസ് ചെയ്യുമ്പോഴും ലോവർ ചെയ്യുമ്പോഴും ചേഞ്ച് ചെയ്യുന്നില്ല. Okay, ഇനി നമുക്ക് പിന്നീട് കാൽക്കുലേഷൻ ഒക്കെ ആവശ്യം വരുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെൻസർ അത് പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ ജസ്റ്റ് മേക്ക് ദീസ് തിങ്സ് എക്സ്പ്ലിസിറ്റ്. നമ്മൾ ക്രോണക്കർ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടിട്ടുണ്ട്. ഡെൽറ്റ ഐ ജെ നമ്മൾ 3 ഡയമെൻഷൻ സ്പേസിലാണ് മെയിൻ ആയിട്ട് ഇത് കണ്ടത്. ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയത് 2 ഇൻഡെക്സും താഴെയാണ്. കാരണം യൂക്ലിഡിയൻ സ്പേസിൽ ഇറ്റ് ഡസന്റ് മാറ്റർ വേർ ദി ഇൻഡിസസ് ലൈ.
ഇതിന് കറസ്പോണ്ട് ചെയ്യണം നമുക്ക് 4-dimensional ക്രോണക്കർ ഡെൽറ്റ, മിങ്കോസ്കി സ്പേസിന് കറസ്പോണ്ട് ചെയ്യുന്ന ക്രോണക്കർ ഡെൽറ്റ എടുക്കാം. ഈ ക്രോണക്കർ ഡെൽറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഓൾവേസ് ദ സെയിം ഡെഫിനേഷൻ. രണ്ട് ഇൻഡെക്സും സെയിം ആണെങ്കിൽ 1, രണ്ട് ഇൻഡെക്സും സെയിം അല്ലെങ്കിൽ 0. ഓക്കെ, അതായത് ഒരു മാട്രിക്സ് ആയിട്ടില്ല, അറേ ഓഫ് നമ്പേഴ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി മാട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മാട്രിക്സ് ആണ് കിട്ടുക. റൈറ്റ്, I think it's called identity matrix or unit matrix. I think it's called identity matrix. I think it's also called unit matrix, so it's fine. After a while it's difficult to keep track of all these names. Okay, but ഇങ്ങനെയാണ് നമ്മൾ ക്രോണക്കർ ഡെൽറ്റ ഡിഫൈൻ ചെയ്യുന്നത്. We define it as a quantity with one upper index and one lower index. Okay, ഇവിടെ രണ്ടും lower ആണ്, doesn't matter where they lie. Alright, നമ്മൾ ഇവിടെ മിങ്കോസ്കി സ്പേസിന് കറസ്പോണ്ട് ചെയ്യുന്നതിന് ഡിഫൈൻ ചെയ്യുന്നത് ഒരു അപ്പർ ഇൻഡെക്സും ഒരു ലോവർ ഇൻഡെക്സും ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ടാണ്. സോ ഡെൽറ്റ മ്യൂ ന്യൂ is equal to 1 0 0 0 0 1 0 0 like that. Okay, ഡയഗണൽ എലിമെന്റ്സ് മാത്രം 1 ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. അതായത് 1 വരുന്നത് മ്യൂ ഈക്വൽ ടു ന്യൂ, 0 വരുന്നത് മ്യൂ നോട്ട് ഈക്വൽ ടു ന്യൂ. ഓൾറൈറ്റ്, ഓക്കെ, അപ്പോൾ നമ്മൾ യൂഷ്വൽ അരിതമെറ്റിക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 എന്നുള്ള നമ്പർ ഉണ്ട് അല്ലേ, 2 multiplied by 1 is 1, 10 multiplied by 1 is 1. റൈറ്റ്, അങ്ങനെ ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് മേട്രിസസിന്റെ കാര്യം എടുക്കുമ്പോൾ ഈ ഐഡന്റിറ്റി മാട്രിക്സ് ചെയ്യുന്നത്. അതായത് നമുക്ക് മേട്രിസസിന്റെ ലോകത്ത് പോവുകയാണെങ്കിൽ ഒന്നിന്റെ റോളാണ് ഈ 1 എന്നുള്ള നമ്പറിന്റെ റോളാണ് ഡെൽറ്റ മ്യൂ ന്യൂ എന്ന് പറയുന്ന ക്രോണക്കർ ഡെൽറ്റ അല്ലെങ്കിൽ ഈ ഐഡന്റിറ്റി മാട്രിക്സിന് ഉള്ളത്. ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. അതായത് when you multiply any matrix by the identity matrix you get the original matrix back. Okay, ഇത് ഒരു മാട്രിക്സിനെ ഐഡന്റിറ്റി മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് ഒറിജിനൽ മാട്രിക്സ് കിട്ടും. ഒരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഒറിജിനൽ നമ്പർ കിട്ടുന്ന പോലെ ഐഡന്റിറ്റി മാട്രിക്സിന്റെ റൂൾ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് മെട്രിക്, നമ്മൾ മെട്രിക് ഓൾറെഡി ഡിഫൈൻ ചെയ്തു, ജി മ്യൂ ന്യൂ. റൈറ്റ്, ഇതിന്റെ ഇൻവേഴ്സ് മെട്രിക് നമുക്ക് കണ്ടുപിടിക്കാം. വി ക്യാൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് മെട്രിക്. റൈറ്റ്, അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു നമ്പറിന്റെ ഇൻവേഴ്സ് പറയുന്നത് എങ്ങനെയാണ്? 3യുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/3 ആണ്. ഹൗ ഡു യു ഫൈൻഡ് ദാറ്റ്? യു മൾട്ടിപ്ലൈ. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് 3 multiplied by 3 ഇൻവേഴ്സ് ഹാസ് ടു ബി ഈക്വൽ ടു ദ ഐഡന്റിറ്റി. റൈറ്റ്, ഒരു നമ്പറിന്റെ ഇൻവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു നമ്പറിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നമുക്ക് 1 കിട്ടണം. അതേ രീതിയിൽ ഒരു മാട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ മാട്രിക്സിനെ ഇൻവേഴ്സ് മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടണം. റൈറ്റ്, അല്ലെങ്കിൽ 1ന് കറസ്പോണ്ട് ഐ എന്നുള്ള ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടണം. അതിന് ഇൻഡെക്സ് ഫോമിൽ എഴുതുകയാണെങ്കിൽ ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോണക്കർ ഡെൽറ്റ തന്നെയാണ്. റൈറ്റ്, അപ്പോൾ ജി മ്യൂ ന്യൂ എന്നുള്ള മാട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, ജി മ്യൂ ന്യൂ എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മെട്രിക് ജി മ്യൂ ന്യൂ നമ്മൾ ഡിഫൈൻ ചെയ്ത് തന്നെ സിമെട്രിക് ടെൻസർ ആണ് വിത്ത് 2 ലോവർ ഇൻഡിസസ്. ഓക്കെ, ആക്ച്വലി ഒരു സെക്കൻഡ് റാങ്ക് കൊവേരിയന്റ് ടെൻസർ ആയിട്ടാണ് നമ്മൾ മെട്രിക് ടെൻസറിനെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് മെട്രിക് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് ടെൻസർ ആയിരിക്കും. ഇതിന് 2 അപ്പർ ഇൻഡെക്സ് കൊടുത്താണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്, ഇൻവേഴ്സ് മെട്രിക് എന്ന് പറയുന്നത് അപ്പർ ഇൻഡെക്സ് ആണ് കൊടുക്കുന്നത്. റൈറ്റ്, അപ്പോൾ അതങ്ങനെ കൊടുക്കുന്നതിന്റെ കാരണം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എലിമെന്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെ തന്നെയാണ്. അപ്പർ ഇൻഡെക്സ് ലോവർ ഇൻഡെക്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ സം ചെയ്യുന്നത്. അതുപോലെ ഡെൽറ്റ മ്യൂ നമ്മൾ ക്രോണക്കർ ഡെൽറ്റ ഡിഫൈൻ ചെയ്ത് ഒരു അപ്പർ ഇൻഡെക്സും ഒരു ലോവർ ഇൻഡെക്സും വെച്ചാണ്. ഓക്കെ, അപ്പൊ ജി ലാംഡ ന്യൂ. ഓക്കെ, ജി ലാംഡ ന്യൂ നമ്മുടെ മെട്രിക് ആണ്. ഇതിന്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ ഇൻവേഴ്സിനെയാണ് 2 അപ്പർ ഇൻഡെക്സ് ഉള്ള ക്വാണ്ടിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ മാട്രിക്സിനെ അല്ലെങ്കിൽ ഈ മാട്രിക്സിനെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രോണക്കർ ഡെൽറ്റ കിട്ടണം, അല്ലെങ്കിൽ ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടണം. ഈ ഐഡന്റിറ്റി മാട്രിക്സിന്റെ ഇൻഡെക്സ് നൊട്ടേഷനാണ് ക്രോണക്കർ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ എഴുതേണ്ടത് നമുക്കറിയാം. നമ്മൾ ഇതിനെ ജി മ്യൂ ലാംഡ ജി ലാംഡ ന്യൂ ഇൻഡെക്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേണം അല്ലേ. രണ്ട് മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഇൻഡെക്സ് എങ്ങനെ എഴുതേണ്ടത് നമുക്കറിയാം. This is how you write this. Okay, g mu lambda g lambda nu, this has to be equal to delta mu nu. അങ്ങനെയാണെങ്കിൽ ഈ ജി മ്യൂ ലാംഡ എന്ന് പറയുന്നതിന്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, റൈറ്റ്, അപ്പോൾ ഇത് ഈ റൂള് ഓർമ്മിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇഫ് യു ഹാവ് ജി മ്യൂ ലാംഡ മൾട്ടിപ്ലൈഡ് ബൈ ജി ലാംഡ ന്യൂ, ദിസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ മ്യൂ ന്യൂ. റൈറ്റ്, ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ജി മ്യൂ ലാംഡ ജി ലാംഡ ന്യൂ ഇത് ആക്ച്വലി ഇൻഡെക്സിനെ ലോവർ ചെയ്യാനുള്ള റോളും കൂടെയാണ് അല്ലേ. ഇൻഡെക്സിനെ ലോവർ ചെയ്യാനുള്ള റോളും കൂടെയാണ്. സോ സം ഓവർ ലാംഡ ആൻഡ് this lambda comes down and it becomes the index nu. So you see that this can be written as g mu nu.
ജി മ്യൂ ന്യൂ. ഒരു മിക്സ്ഡ് ടെൻസർ ആയിട്ട് എഴുതാം. ജി മ്യൂ ന്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ മ്യൂ ന്യൂ തന്നെയാണ്. ജി മ്യൂ ന്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ മ്യൂ ന്യൂ തന്നെ ആണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. കാരണം ഇതാണ് നമ്മുടെ റൂൾ. ഓക്കെ, ഈ റൂൾ ഉപയോഗിച്ചാണ് നമുക്ക് G00, G01 ഇങ്ങനെയുള്ള എലിമെന്റ്സ് എല്ലാം തന്നെ കണ്ടുപിടിക്കുന്നത്. യു വിൽ സീ ദാറ്റ് ദ എലിമെന്റ്സ് ആർ എക്സാക്ട്ലി ദ സെയിം. ഒരു മെട്രിക്കിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് സെയിം മെട്രിക്കിന് കറസ്പോണ്ട് ചെയ്യുന്ന മാട്രിക്സിന്റെ സെയിം മാട്രിക്സ് തന്നെയായിരിക്കും. അതായത് ജി മ്യൂ ലാംഡ ആണെങ്കിലും ഇറ്റ് ഓൾസോ വിൽ ഹാവ് ദ എലിമെന്റ്സ് -1 0 0 0 1 0 0 0 0 1 0 0 0 0 1. ഇത് എലിമെന്റ്സ് തന്നെ. You can check this. Alright, this is the rule. Okay, so what's the inverse of a metric? Inverse of a metric is defined by this rule. Multiply using matrix multiplication. Matrix multiplication the rule ഉപയോഗിച്ച് multiply ചെയ്യുക, and then you should get the Kronecker delta or the identity matrix. Okay, this is simply like saying G എന്നുള്ള matrixനെ G inverse multiplied by G is equal to I എന്ന് എഴുതുന്നതിന്റെ index notationലാണ് നമ്മൾ ഇവിടെ എഴുതിയത്. That's all. Okay, G inverse G is equal to I എന്ന് എഴുതുന്നതിന് തുല്യമാണിത്. Alright. ഇനി ഇത് ജനറലി ഡയഗണൽ മെട്രിക്കിന് നമുക്കിത് ഈ റൂൾ ഉപയോഗിക്കാം. മെട്രിക് എല്ലാ കേസിലും ഡയഗണൽ ആവണമെന്നില്ല, പക്ഷെ ഡയഗണൽ ആയിട്ടുള്ള മെട്രിക് അങ്ങനെയുള്ള ജിയോമെട്രീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദ കോമ്പണൻസ് ഓഫ് ദി ഇൻവേഴ്സ് മെട്രിക് ആർ സിംപ്ലി ദ റെസിപ്രോക്കൽസ് ഓഫ് ദ മെട്രിക് കോമ്പണൻസ്. അതായത് ഇൻവേഴ്സ് മെട്രിക്കിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എലിമെന്റ്സിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. യു ക്യാൻ സീ ദാറ്റ് ദിസ് റൂൾ ഇസ് ട്രൂ. മെട്രിക് ഡയഗണൽ അല്ലെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുന്ന കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ബട്ട് വി വർക്ക് വിത്ത് ഡയഗണൽ മെട്രിക്സ്. ലോവർ ഇൻഡെക്സ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എ മ്യൂ വിത്ത് an upper index equal to G mu nu A mu. Mu is summed over. Okay, so A mu equal to G mu nu. You can raise the index, okay, using inverse metric. Okay, this is why we introduce the inverse metric. It may be useful for us to do problems. Okay, alright. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. ഒരു തവണ ലോവർ ചെയ്തിട്ട് ഒരു തവണ റേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ടെൻസർ തന്നെ കിട്ടണം. റൈറ്റ്, ആദ്യത്തെ ടെൻസർ തന്നെ കിട്ടണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ഒരു ലോവർ ഇൻഡെക്സ് ഉള്ള ഒബ്ജക്റ്റ് എടുത്തു. റൈറ്റ്, ജി മ്യൂ ലാംഡ എ ലാംഡ. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈക്വൽ ടു ജി മ്യൂ ലാംഡ ജി ലാംഡ ന്യൂ എ ന്യൂ. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്തത് റേസിംഗ് ഓഫ് ഇൻഡെക്സ് ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് റേസിംഗ് ഓഫ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ ചെയ്യുന്നത് റേസ് ചെയ്ത ഇൻഡെക്സിനെ വീണ്ടും ലോവർ ചെയ്യാണ്. ഓക്കെ, ജി മ്യൂ ലാംഡ, ഈ എ ലാംഡ എന്നുള്ളതിനെ ഞാൻ എന്ത് ചെയ്തു? ജി ലാംഡ ന്യൂ എ ന്യൂ എന്ന് എഴുതി. റൈറ്റ്, ബിക്കോസ് വി ക്യാൻ റൈറ്റ് എ ലാംഡ ഇസ് ഈക്വൽ ടു ജി ലാംഡ ന്യൂ എ ന്യൂ. റൈറ്റ്, വി ക്യാൻ റൈറ്റ് ദിസ്. ദിസ് ഇസ് ലോവറിംഗ് ഓഫ് ഇൻഡെക്സ്. ഓക്കെ, ഇതിനെങ്ങനെ എഴുതി? പക്ഷേ ജി മ്യൂ ലാംഡ ജി ലാംഡ ന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ Kronecker delta. So this is delta mu nu a nu. That's equal to a mu. That's equal to a mu. A mu എന്നുള്ള ഒബ്ജക്റ്റ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. This is a mu. Alright, അതായത് ഒരു തവണ റേസ് ചെയ്ത് ലോവർ ചെയ്താൽ നമ്മൾ സെയിം ഇതിലേക്ക് തന്നെ എത്തും. So everything is consistent. Okay, everything is consistent. For vector. Okay, we defined a for vector in this form. Okay, for vector are any four components that transform like, just like x0, x1, x2, x3. Alright, x0, x1, x2, x3 എന്നുള്ള കോമ്പണൻസ് ട്രാൻസ്ഫോം ചെയ്യുന്ന അതേ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന 4 കോമ്പണൻസിനെയാണ് നമ്മളൊരു ഫോർ വെക്ടർ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ അതിന് ഇങ്ങനെയാണ് എഴുതിയത്. എക്സ് ബാർ മ്യൂ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്കറിയാം. എക്സ് ബാർ മ്യൂ ഇസ് ഈക്വൽ ടു ലാംഡ മ്യൂ ന്യൂ എക്സ് ന്യൂ. ലാംഡ മ്യൂ ന്യൂ എക്സ് ന്യൂ. ഓക്കെ, ഈ ലാംഡ മ്യൂ ന്യൂവിൽ നമുക്കറിയാം എക്സ് എലിമെന്റ്സ് ഒന്നുമില്ല. സോ ഇറ്റ് ജസ്റ്റ് ടേക്ക് ദിസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എക്സ് ബാർ മ്യൂ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആൽഫ. ഇതിന്റെ എക്സ് ആൽഫ എന്നുള്ള ഒരു ആൽഫ കോമ്പണന്റ് ഉപയോഗിച്ച് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. സോ ഇറ്റ് ഡസന്റ് അഫക്ട് ദിസ് തിങ്. ഇറ്റ് ബിക്കംസ് ലാംഡ മ്യൂ ന്യൂ ഡോ എക്സ് ന്യൂ ബൈ ഡോ എക്സ് ആൽഫ. Right, I've just taken derivative on both sides. All right. ഇനി ദിസ് ഇസ് ഡോ എക്സ് ന്യൂ ബൈ ഡോ എക്സ് ആൽഫ എന്താണ്? ഡോ എക്സ് ന്യൂ ബൈ ഡോ എക്സ് ആൽഫ. വാട്ട് ഇസ് ഇറ്റ്? അതായത് സെയിം ഇൻഡെക്സ് ആണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് അല്ലേ? ഡോ എക്സ് വൺ ബൈ ഡോ എക്സ് വൺ ആണെങ്കിൽ 1, ഡോ എക്സ് വൺ ബൈ ഡോ എക്സ് ടു ആണെങ്കിൽ 0, ഡോ എക്സ് ടു ബൈ ഡോ എക്സ് വൺ ആണെങ്കിൽ 0, ഡോ എക്സ് ത്രീ ബൈ ഡോ എക്സ്, അതായത് രണ്ടും ന്യൂ ആൽഫയും സെയിം ആണെങ്കിൽ 1, ന്യൂ ആൽഫയും സെയിം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. Alright, so this is precisely the definition for Kronecker delta. This is precisely the definition for Kronecker delta. So this you can write as delta nu alpha. This you can write as delta nu alpha. In delta nu alpha എന്താ ചെയ്യുന്നത്?
there's a summation over nu here. Okay, so delta nu alpha says that in this summation there is only one non-zero term corresponding to nu equal to alpha. So this becomes lambda mu alpha. നമുക്ക് ഇവിടെ ഉള്ളത് dou x bar mu by dou x alpha is equal to lambda mu alpha. അല്ലെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിനെ ഇങ്ങനെ എഴുതാം dou x bar mu by dou x alpha. Okay, we can write the transformation matrix like this. Okay, ഇത് ഒരു ജനറൽ ടെൻസർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ലാംഡ മ്യൂ ആൽഫ എന്ന് പറയുന്നത് ഈ ജനറൽ ടെൻസർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, സോ എനി വെക്ടർ നമുക്കറിയാം, ഫോർ വെക്ടർ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഫോർ വെക്ടർ ഇസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ട്രാൻസ്ഫോംസ് ഇൻ ദിസ് ഫോം ഡോ എക്സ് ബാർ മ്യൂ ബൈ ഡോ എക്സ് ആൽഫ എ ആൽഫ. ഓക്കെ, ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന, കാരണം ഈ രീതിയിലാണ് കോർഡിനേറ്റ്സ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. x0, x1, x2, x3 ഈ രീതിയിലാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇതേ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന 4 കോമ്പണൻസിനെയാണ് നമ്മളൊരു ഫോർ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻസർ ട്രാൻസ്ഫോർമേഷനുള്ള ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാകുക ഈ നൊട്ടേഷനിലായിരിക്കും, ഡെറിവേറ്റീവ്സിന്റെ ടേംസിലുള്ള നൊട്ടേഷനിലായിരിക്കും. So what I want you to remember is that നമ്മൾ എഴുതിയ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ജനറൽ ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂളിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ടെൻസറിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ടെൻസറിന്റെ ഓരോ ഇൻഡെക്സിന് കറസ്പോണ്ട് ചെയ്തും ഒരു ലാംഡ മ്യൂ ആൽഫ എന്ന് എഴുതി. ഇപ്പോൾ ജനറൽ ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂൾ എഴുതുകയാണെങ്കിൽ ഓരോ ഇൻഡെക്സിന് കറസ്പോണ്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ഉദാഹരണത്തിന് ടി ബാർ മ്യൂ ന്യൂ, നമുക്ക് ടി ബാർ മ്യൂ ന്യൂ ആണ് വേണ്ടതെന്ന് എഴുതുന്നത്. ഇപ്പോൾ ജനറൽ ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂൾ ഉപയോഗിച്ച് നമ്മൾ ഇത് എഴുതുകയാണെങ്കിൽ, ജനറൽ ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂൾ ഉപയോഗിച്ചാണ് എഴുതുന്നതെങ്കിൽ വിൽ ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് ഡോ എക്സ് ബാർ മ്യൂ by dou x alpha dou x bar nu by dou x beta t alpha beta. Okay, അപ്പോൾ സെക്കൻഡ് റാങ്ക് ടെൻസറിന്റെ ജനറൽ ഡെഫിനേഷൻ ഇതാണ്. സെക്കൻഡ് റാങ്ക് ടെൻസറിന്റെ ജനറൽ ഡെഫിനേഷൻ ഇതാണ്. ഇനി ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് നമ്മൾ പറഞ്ഞ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. സോ യു ക്യാൻ റൈറ്റ് as lambda mu alpha lambda nu beta t alpha beta. It's the same thing. Alright, so I think you might have studied the tensor transformation rule in this form. I want you to understand that what we have learned is not different. It's exactly the same thing. So with that, I think we have just run out of time. I think I'll conclude with that, and the rest of it we'll discuss in the next class. Okay, thank you.